നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്ന് ഭാരതത്തിലേക്ക് കൈമാറ്റം ചെയ്തു. NIA സംഘം ഭാരതത്തിലേക്ക് തിരിച്ചു. നാളെ പുലർച്ചെയോടെ റാണയെ ഭാരതത്തിൽ എത്തിക്കും. വർഷങ്ങളായി നീണ്ട അന്വേഷണത്തിനും നിയമപരമായ പോരാട്ടങ്ങൾക്കും ശേഷമാണ് റാണയെ ഇന്ത്യൻ അന്വേഷണ ഏജൻസിയായ NIA-യുടെ കസ്റ്റഡിയിൽ വിടുന്നതിന് US സമ്മതം നൽകിയത്. ഈ കൈമാറ്റം ഇന്ത്യയുടെ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ വലിയ കുതിപ്പായി കണക്കാക്കപ്പെടുന്നു. പ്രത്യേകിച്ച് മോദി സർക്കാരിന്റെ കടുത്ത നയതന്ത്ര ശ്രമങ്ങളുടെ വിജയമായി. ജനം ഡിബേറ്റ് ഇന്ന് പരിശോധിക്കുന്നു. തഹാവൂർ റാണയുടെ കൈമാറ്റം മോദി സർക്കാരിന്റെ ദൗത്യ വിജയം തന്നെയല്ലേ? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധിയായി കേണൽ S. ഡിന്നി, കോൺഗ്രസിന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് സേനാപതി വേണു, റിട്ടയർഡ് NIA ഉദ്യോഗസ്ഥനായ TK രാജ്മോഹൻ IPS, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസിലേക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയം എന്ന് തന്നെയല്ലേ ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നത്? ഇത് ഭാരതത്തിന്റെ നയതന്ത്ര വിജയമാണ്. ഇപ്പോൾ ഭാരതത്തിന്റെ നയതന്ത്ര രംഗത്തിന് ചുക്കാൻ പിടിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി ശ്രീ S. ജയശങ്കറും എല്ലാം ചേർന്ന ടീം അമേരിക്കയുടെ മേൽ വേണ്ട രീതിയിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാനായത്. ഏതാണ്ട് 48ഓളം രാജ്യങ്ങളുമായി ഭാരതത്തിന് എക്സ്ട്രഡിഷൻ ട്രീറ്റീസ് ഉണ്ട്. അതായത് കുറ്റവാളികളെ കൈമാറാനുള്ള ട്രീറ്റീസാണ്. അതിൽ യഥാർത്ഥത്തിൽ വളരെ കുറച്ച് രാജ്യങ്ങളുമായിട്ട് മാത്രമേ യഥാർത്ഥത്തിൽ കുറ്റവാളി കൈമാറ്റം നടക്കുന്നുള്ളൂ. അമേരിക്കയിലും കാനഡയിലും ബ്രിട്ടനിലുമൊക്കെ ഭാരതം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കുറ്റവാളികൾ പലരും യഥേഷ്ടം ബഹിരിക്കുന്ന ഒരു പതിവായിരുന്നു മുൻപുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഭാരതത്തിന്റെ നയതന്ത്ര ബന്ധം, നയതന്ത്ര രംഗം ഉണർന്നു പ്രവർത്തിക്കുകയും ബോംബെ ഭീകരാക്രമണം 28/11, അതായത് നവംബർ മാസം 28, 2008 നടന്ന ഭീകരാക്രമണം, 166 പേരുടെ മരണത്തിൽ കലാശിച്ച ഭീകരാക്രമണത്തിന് അമേരിക്ക കനേഡിയൻ പൗരന്മാരായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും തഹാവൂർ റാണയും പ്രതികളാണ്. അത് മാത്രമല്ല, അവിടെ അമേരിക്കൻ നിയമവ്യവസ്ഥ അനുസരിച്ച് രണ്ടുപേരും ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ ആ ശിക്ഷ പൂർത്തിയായിട്ടില്ല. ഭാരതത്തിന് ആ കേസിൽ അവരെ കിട്ടാനുണ്ട്. അതുകൊണ്ട് തഹാവൂർ റാണയെ വിട്ടുതരുന്ന കാര്യം, എക്സ്ട്രഡിറ്റ് ചെയ്യുന്ന കാര്യം ശ്രീ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ അമേരിക്ക സന്ദർശന വേളയിൽ ഡൊണാൾഡ് ട്രംപുമായി ചേർന്ന് നടത്തിയ ജോയിന്റ് പ്രഖ്യാപനത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അദ്ദേഹത്തെ വിട്ടുകിട്ടും. അതിനുള്ള നിയമ പോരാട്ടത്തിലാണ്. കാരണം അവിടെ സുപ്രീം കോടതിയിൽ അദ്ദേഹം കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യക്ക് കൈമാറിയാൽ പാക് വംശജനും മുൻപ് പാകിസ്ഥാൻ പൗരനും ഒക്കെ ആയിരുന്ന, പിന്നീട് കാനഡയിലേക്ക് അവിടുത്തെ പാകിസ്ഥാൻ ആർമിയിൽ ഡോക്ടറായി സേവനമനുഷ്ഠിച്ച് പിന്നീട് ISIയുമായി ബന്ധമൊക്കെ ഉണ്ടായി കാനഡയിലേക്ക് കുടിയേറി അമേരിക്കയിൽ ഷിക്കാഗോയിൽ പ്രവർത്തനം തുടങ്ങി. അങ്ങനെ റിക്രൂട്ട്മെന്റ് ഏജൻസികളും അല്ലെങ്കിൽ ഈ ഇമിഗ്രേഷൻ വകുപ്പും എല്ലാം തുടങ്ങി. ഇങ്ങനെ ഇന്ത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാനഡയിൽ ഇരുന്നു കൊണ്ടും അമേരിക്കയിൽ ഇരുന്നു കൊണ്ടും നിയന്ത്രിക്കുകയും പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ ഏജന്റായി പ്രവർത്തിച്ച് ലഷ്കർ-ഇ-തോയ്ബയുടെ നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെടുകയും ഭാരതത്തിൽ പല പ്രാവശ്യം വന്ന് ഭീകരാക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി അതിന്റെ ലോജിസ്റ്റിക്കൽ അറേഞ്ച്മെന്റ് എല്ലാം നടത്തിയ തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും. ഇതിൽ തഹാവൂർ റാണയാണ്. ഇപ്പോൾ അദ്ദേഹം വിമാനത്തിലാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം, നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, അദ്ദേഹത്തെ വിമാനത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലോ നാളെ പുലർച്ചെയോ അദ്ദേഹം ഡൽഹിയിൽ എത്തപ്പെടും. തിഹാർ ജയിലിലേക്കോ അല്ലെങ്കിൽ ബോംബെയിലെ ഏതെങ്കിലും കേന്ദ്രത്തിലേക്കോ അദ്ദേഹത്തെ മാറ്റാനാണ് സാധ്യത. അതുകൊണ്ട് നയതന്ത്ര രംഗത്തെ ഭാരതം ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ സൂചന. കാരണം ഭാരതത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി വേണ്ട രീതിയിൽ ഇസ്രായേൽ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെയോ കർശനമായ ദേശീയ സുരക്ഷ ആ രാജ്യം തേടുന്ന രാജ്യവിരുദ്ധരെ അല്ലെങ്കിൽ ഭീകരവാദികളെ വിദേശത്ത് നിന്ന് കൊണ്ടുവരികയോ അവിടെ ചെന്ന് കൈകാര്യം ചെയ്യുകയോ ചെയ്യാൻ മുൻകാലങ്ങളിൽ ഭാരതം ഇച്ഛാശക്തി കാട്ടിയിരുന്നില്ല എന്നത് കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഭാരതം, നവഭാരതം അല്ലെങ്കിൽ പുതിയ ഉണർന്നെഴുന്നേറ്റ തടകുടഞ്ഞെഴുന്നേക്കുന്ന ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയവും നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയും അതുപോലെ നമ്മുടെ ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെന്റും നാഷണൽ സെക്യൂരിറ്റി ചുമതലയുള്ള അജിത് ഡോവലും എല്ലാം ചേർന്ന് യഥാർത്ഥത്തിൽ ഒന്നാം തരമായ നീക്കങ്ങളായ നയതന്ത്ര തലത്തിലും രാഷ്ട്രീയ സമ്മർദ്ദവും നയതന്ത്ര സമ്മർദ്ദവും ഒരുപോലെ ചെലുത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു തുടക്കമായി വേണമെങ്കിൽ കരുതാം. എക്സ്ട്രഡിഷൻ വളരെ കോമൺ ആയ ഒരു കാര്യമല്ല. അപ്പൊ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെയാണ് ഇനി കിട്ടാനുള്ളത്. അല്ലെങ്കിൽ
പിന്നെ തഹാവൂർ റാണയെ ഇപ്പോൾ ലഭിക്കുന്നു. ഇദ്ദേഹത്തിൽ നിന്നും മൊഴി ലഭിക്കുമ്പോൾ അനേകർ പല രാജ്യങ്ങളായി ഒരുപക്ഷെ ഈ അഭയം തേടിയിട്ടുണ്ടാവാം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ NIA അന്വേഷണം നടക്കണം. ഇവിടെ അദ്ദേഹം വിചാരണ ചെയ്യപ്പെടണം. ഇന്ത്യയുടെ നിയമവ്യവസ്ഥിതിക്ക് പിന്നെ ഇദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ സാധിക്കണം. ആകപ്പാടെ നേരിട്ട് ബോംബെ ആക്രമണത്തിൽ പിടികൂടിയത് ആമിർ അജ്മൽ കസബാണ്. അപ്പൊ അദ്ദേഹം തീർച്ചയായും പിന്നെ നേരിട്ട് പങ്കെടുത്തയാളാണ്. 10 ഭീകരർ, 9 പേര് വധിക്കപ്പെട്ടു, ഒരാൾ ജീവനോടെ പിടികൂടി. അദ്ദേഹം വിചാരണ ചെയ്തു, അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ഇതിന്റെ സൂത്രധാരൻ, മറ്റവരൊക്കെ ഈ വധിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നവര് അതിന്റെ കൂലിപ്പട്ടാളമാണ്, കാലാൾപ്പട്ടാളമാണ്. പക്ഷെ ഇതിന്റെ ബുദ്ധി കേന്ദ്രമായ തഹാവൂർ റാണ ഇപ്പോൾ ഇന്ത്യയുടെ കൈവശം വരുമ്പോൾ ചുരുളഴിയാതെ കിടക്കുന്ന അനേക ഭീകര നീക്കങ്ങൾ ഇപ്പോൾ വെളിയിൽ വരാനാണ് സാധ്യത. അതെ, ശ്രീ TK രാജ്മോഹൻ, അത് തന്നെയാണ് തഹാവൂർ റാണ എന്നുള്ള ഈ മുംബൈ ഭീകരാക്രമണ കേന്ദ്രത്തിന്റെ ബുദ്ധി കേന്ദ്രം ഭാരതത്തിലേക്ക് എത്തുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് നിർണായകമാകുന്നത്? ഭാരതം ശേഖരിച്ചു വെച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിചാരണ നടപടികളിലേക്കോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുകളിലേക്കോ കടക്കുമ്പോൾ ഭാരതം ഇത്രയും നാൾ ശേഖരിച്ച തെളിവുകൾക്കൊക്കെ സഹായകരമാകുന്ന ഒരു തരത്തിലേക്ക്, ഏറെ നിർണായകമായ ഒരു തരത്തിലേക്ക് തന്നെ തഹാവൂർ റാണയെ ഭാരതത്തിൽ എത്തിക്കാൻ കഴിഞ്ഞതിന്റെ തുടർ നീക്കങ്ങൾ നടക്കും എന്ന് തന്നെയല്ലേ പറയേണ്ടത്? തഹാവൂർ റാണയെ നാളെ മോർണിംഗിൽ ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന ഇൻഫർമേഷൻ മനസ്സിലാകുന്നത്. അപ്പോൾ 2008 ഭീകരാക്രമണത്തിൽ മുൻപായി, 2008 ഭീകരാക്രമണം നടന്ന നവംബറിന് മുമ്പായി പല സമയത്തും ഇവിടെ റിക്കി കണ്ടക്ട് ചെയ്തത് ഈ ഡേവിഡ് ഹോൾമാൻ ഹെഡ്ലിയും പിന്നെ അദ്ദേഹത്തിനെ സഹായിച്ചുകൊണ്ടാണ് തഹാവൂർ റഹ്മാനും ഇവരും കൂടിയിട്ടാണ് ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് ഇന്ത്യയിൽ എങ്ങനെയാണ് നടത്തിയത് എന്ന് മനസ്സിലായത്. അവരാണിത് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പ്രീ പ്ലാനിങ്, അതായത് ഇതിൻ്റെ കോൺസ്പിറസി പ്രീ പ്ലാനിങ് ഫണ്ടിങ് എല്ലാം ചെയ്തിരിക്കുന്നത് ഹെഡ്ലിയും ഈ റാനയും ബാക്കി ആൾക്കാരാണ്. അപ്പോൾ LETയുടെയും ഹുജിയുടെയും ബാക്കി അതുപോലെയുള്ള എല്ലാ ഭീകര സംഘടനയൊക്കെ കൺട്രോൾ ചെയ്യുന്ന പാകിസ്ഥാനിലുള്ള ISIയും ബാക്കി പാകിസ്ഥാനിലെ മിലിറ്ററിയിൽ ചില ഉദ്യോഗസ്ഥരുമാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി ചെയ്ത ഒരു പ്ലാനിങ് ആണ്. ആ പ്ലാനിങ്ങിനോടനുബന്ധിച്ചിട്ടാണ് 2008 166 ആൾക്കാർ മരിക്കാനും ഇന്ത്യയെ 60 മണിക്കൂറാണ് മുൾമുനയിലെത്തിയത്. ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റലിന് 60 മണിക്കൂറാണ് മുൾമുനയിലെത്തിയത്. അങ്ങനെയാണ് 2008 സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ 166 ആൾ മരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ പാനിക്കായി പോയി. ഇന്ത്യ പാനിക്കായിട്ടുണ്ട്. ആ പാനിക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഫോർമേഷനും NIA ആക്റ്റൊക്കെ വരാൻ വേണ്ടി കാരണം ആ ഓപ്പറേഷൻ, പാകിസ്ഥാൻ്റെ അത്ര ബ്രൂട്ടലായ ഓപ്പറേഷനാണ്. അതിനോട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് തഹാവൂർ റാണയെ പോലെയുള്ള അല്ലെങ്കിൽ ഡേവിഡ് ഹെഡ്ലിയെ പോലെയുള്ള ആൾക്കാരൊക്കെയാണ് അതിൻ്റെ പിറകിൽ വർക്കൗട്ട് ചെയ്തത്. കൂടാതെ ഇലിയാസ് കശ്മീരി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ കൂടി പ്രീ പ്ലാൻ ചെയ്തിട്ട് ഈ 10 ആൾക്കാരെ അയച്ചതാണ്, അവരാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ബാക്കിലുള്ളത്തെ അതിൻ്റെ പ്രോപ്പർ പ്ലാനിങ്ങും ബാക്കി കോൺസ്പിറസിയൊക്കെ പെട്ട ഒരാളെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഞാനൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുന്ന ഒരു അവസരമാണ്. കാരണം അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞൊരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. കാരണം ഞാൻ NIAയിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ കേസാണ് ഹെഡ്ലിയുടെ കേസ്, ക്രൈം നമ്പർ 3/2009. അതാണ് കേസിൻ്റെ നമ്പർ. ആ കേസാണ് ഇപ്പോൾ ഈ ഹെഡ്ലിയെയും ഈ റാനയും ഒക്കെ അക്യൂസ്ഡായിട്ട് നമ്മൾ കോടതിയിൽ ചാർജ് ഷീറ്റ് ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ NIA കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻഫർമേഷനൊക്കെ ഒരുപാട് എവിഡൻസുകളും ഡിജിറ്റൽ എവിഡൻസും ബാക്കി പല ടൈപ്പ് എവിഡൻസുകളും അന്ന് ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആ എവിഡൻസിൻ്റെ ബലത്തിലാണ് അന്ന് 2009 ഹെഡ്ലിയെയും കൂടാതെ റാനയൊക്കെ അവിടെ അറസ്റ്റ് ചെയ്യാനും അവിടെ ട്രയൽ കണ്ടക്ട് ചെയ്ത്. പക്ഷേ ഈ ഹെഡ്ലി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പാകിസ്ഥാൻ സിറ്റിസണാണ്, അതേസമയം ഡുവൽ സിറ്റിസൺഷിപ്പാണ്. അയാൾ അമേരിക്കാരാണ്. അയാളുടെ മദർ റിലേഷനാണ് പാകിസ്ഥാൻ. ആക്ച്വലി അയാൾ ഈസ് എ ഡബിൾ ഏജൻറ്റ്. അയാൾ ഈ LETൻ്റെ ഏജൻ്റായിരുന്നു. ആ LET ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അയാൾ വേറൊരു ഏജൻറ്റായി വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ അയാളെ ഈസിയായി ഉപയോഗിച്ചുകൊണ്ട് ഈ പാകിസ്ഥാനിൽ ISIയും പാകിസ്ഥാൻ മിലിറ്ററിയും ബാക്കി ആൾക്കാരൊക്കെ ചേർന്നാണ് ഇത് രൂപം കൊടുത്തത്. അങ്ങനെയാണ് ഇത് ഫോം ചെയ്തത്. അതിൻ്റെ ബേസിലാണ് അവരിപ്പോൾ അവിടെ കൺവിക്റ്റഡ് ആണ്. 35 years ആണ് ഹെഡ്ലി ഇപ്പോൾ കൺവിക്റ്റ് ചെയ്ത് അവിടെ കിടക്കുകയാണ്. ഇപ്പോൾ റാനയുടെ കൺവിക്ഷൻ കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നതും നമ്മൾ ഇതിന് മുന്നേ തന്നെ ആവശ്യങ്ങൾ പല പ്രാവശ്യം പറ്റുമ്പോൾ അവിടെ കൺവിക്ഷൻ ആയതുകൊണ്ടാണ് അവിടെ നിന്ന് കിട്ടാതിരുന്നത്. ഇപ്പോഴദ്ദേഹം
പല പ്രാവശ്യം അവിടുത്തെ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ പോയി. അപ്പോൾ സുപ്രീം കോടതി അവസാനം തള്ളിക്കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇവിടുന്ന് ഒരു മൾട്ടി ഏജൻസി NIA-യിലത്തെ ഒരു 3 ഉദ്യോഗസ്ഥന്മാരും പിന്നെ ഇൻ്റലിജൻസ് വിങ്ങിലത്തെ റോവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കൂടി അവരൊക്കെ ടേക്ക് ഓവർ ചെയ്തിട്ട് ഇപ്പോഴും സ്പെഷ്യൽ ഫ്ലൈറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻപുട്ട്. അപ്പോൾ ഈ സംഭവത്തിൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് വളരെ സന്തോഷമുള്ളതും വളരെ അഭിമാനം തരുന്ന കാര്യമാണ് ഇന്ന് സർക്കാരിൻ്റെ ഇത്ര കണിശമായ ഒരു ആക്ടിവിറ്റി. അതായത് കഴിഞ്ഞ 2 മാസം മുമ്പേ നമ്മൾ ആദരണീയായ പ്രൈം മിനിസ്റ്റർ അമേരിക്കയിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച നടന്നു. ആ ചർച്ചയുടെ അവസാനമാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് പറഞ്ഞ് വി വിൽ ഹാൻഡ് ഓവർ ഹിം. അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയ അവസ്ഥക്കാണ് നമ്മുടെ ഏജൻസി ബാക്കി അതിൻ്റെ ഫോർമാലിറ്റീസും ബാക്കി ലീഗൽ പേപ്പറൊക്കെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം ഫസ്റ്റ് ടെറർ ഫണ്ടിങ്. ഈ ടെറർ ഫണ്ടിങ് എവിടെ നിന്നാണ് പ്രോപ്പറായിട്ട് വരുന്നത്? ആരാണ് അതിൻ്റെ പുറകെയുള്ളത്? അങ്ങനെ അതിൻ്റെ പുറകെയുള്ള പാകിസ്ഥാനിലെ ആരൊക്കെയാണ്? പാകിസ്ഥാൻ്റെ ISIS ഏജന്റുമാരാണ്? ആരാണ് അതിൻ്റെ ആൾക്കാർ? അങ്ങനെ പാകിസ്ഥാൻ നമ്മളെ നെയ്ബറിങ് കൺട്രി ഈ ലോകം മുഴുക്കെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ നമ്മളെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നും നമ്മുടെ കുറേ കൊല്ലങ്ങളായി ഇത് ആവർത്തിക്കുകയാണെന്നുള്ള വിവരം നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ പാകിസ്ഥാനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പാകിസ്ഥാൻ ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ലോക ജനതയുടെ മുന്നിൽ ഒരു ടെറർ പോഷിപ്പിക്കുന്ന ഒരു കൺട്രിയാണെന്ന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിന് ഈ FATF മാതിരി ഓർഗനൈസേഷനിൽ, അതായത് ഫിനാൻഷ്യൽ ടാസ്ക് ആക്ഷൻ ഫോഴ്സിൻ്റെ ഒരു സംഘടനയുണ്ട് ഇൻ്റർനാഷണൽ, അവിടെയൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താൽ പാകിസ്ഥാൻ്റെ ക്രെഡിബിലിറ്റി തന്നെ ബാധിക്കുന്നതാണ്, അവരുടെ ഫൈനാൻഷ്യൽ ക്രെഡിബിലിറ്റി തന്നെ ബാധിക്കാൻ പോകുന്നതാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, ഇതിൻ്റെ പിറകിൽ വർക്ക് ചെയ്ത് ബാക്കി ആരൊക്കെയാണ്? കുറേ ആൾക്കാർ ദുബായിലും അല്ലെങ്കിൽ വേറെ പല കൺട്രിയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് കോൺസ്പിറസി കണ്ടക്ട് ചെയ്ത പല ആൾക്കാരും പല സ്ഥലങ്ങളാണ്. അവരാരൊക്കെയാണ്? അവരെ കൂടെ നമുക്ക് നമ്മുടെ ചിത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആരാണ് ഇതിൻ്റെ ബാക്കിൽ കിങ് പിന്നായി വർക്ക് ചെയ്ത മെയിൻ ഈ LETയുടെ ബാക്കി ആൾക്കാരാണോ? അതുമല്ല ബന്ധപ്പെട്ട പൊളിറ്റിക്കലായിട്ടുള്ള ബന്ധങ്ങൾ, പാകിസ്ഥാനിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. കൂടാതെ അന്നത്തെ മിസ്സിംഗ് ലിങ്ക്സ് വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അന്നത്തെ ഞങ്ങളുടെ ടീം വളരെ സീരിയസായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എല്ലാ ലിങ്കും കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും ലിങ്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യാൻ പറ്റും. കൂടാതെ അന്ന് ഈ താവൂർ റാന ആക്ച്വലി ഒരു കവറായിട്ട് ഓർഗനൈസേഷൻ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസ് ഇവിടെ തുറന്ന് ആ ഓഫീസിലാണ് ആദ്യമായിട്ട് ഹെഡ്ലി വിസിറ്റ് ചെയ്യുന്നതും ഹെഡ്ലിയെ ബാക്കപ്പ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഈ റാനയുടെ എമിഗ്രേഷൻ ഓഫീസാണ്. ഈ മുംബൈയിലുള്ള ഒരു ഓഫീസാണത്. ആ ഓഫീസിനെ ബേസ് ചെയ്തിട്ടാണ് ഇയാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതും മൾട്ടി വിസ ഇഷ്യൂ ചെയ്യുന്നതും. കാരണം പാകിസ്ഥാൻകാരനായ അല്ലെങ്കിൽ പാകിസ്ഥാൻകാരനായ അമേരിക്കൻ സിറ്റിസൺ, അയാൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പാണ്. അയാൾക്ക് ഇന്ത്യയിൽ വന്നു പോകുമ്പോൾ ആർക്കും ഒരു ഐഡിയ ഇല്ല ആരാണ് ഹെഡ്ലി ആരാണെന്ന്. അപ്പോൾ അയാൾക്കുള്ള ഫുൾ കവറപ്പും കൊടുത്തിരിക്കുന്നത് ഈ റാനയാണ്. അപ്പോൾ റാനയിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ ഇനിയും കളക്ട് ചെയ്യാനുണ്ട്. കൂടാതെ റാന ഈവൻ വിസിറ്റഡ് കൊച്ചിയിൽ വന്നിട്ട് ഇവിടെ കൊച്ചിയിലുള്ള നമ്മുടെ താജ് ഹോട്ടലിൽ അയാളും വൈഫായി താമസിച്ചിട്ടുണ്ട്. എവിഡൻസ് ഉണ്ട്. അന്ന് വി കളക്റ്റഡ് എവിഡൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അയാൾ പുഷ്കറിൽ പോയിട്ടുണ്ട്, അയാൾ അഹമ്മദാബാദിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വല്ല സ്ലീപ്പർ സെൽസ് ഓടിയുണ്ടോ? അങ്ങനെ ഒരുപാട് ഇൻപുട്സ് ഇനിയും വരാനുണ്ട്. കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ NIA പോകും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അത്ര സീനിയർ ഓഫീസേഴ്സായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പാണ് പോയിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും അവർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നൈബറിങ് കൺട്രിയെ നമുക്ക് ടാർണിഷ് ചെയ്യാനും അവരുടെ ഇമേജ് ഇൻ്റർനാഷണൽ ലെവലിൽ അവരുടെ ക്രെഡിബിലിറ്റി ബാധിക്കുന്ന തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇനി വല്ല സ്ലീപ്പർ സെൽസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് ഇപ്പോൾ LET ആക്റ്റീവ് അല്ല എന്ന് പറയുന്നത്, പക്ഷേ സ്റ്റിൽ അവർ ആക്റ്റീവ് ആയിരിക്കും. കാരണം അവരിൽ പല ആൾക്കാരും പല സ്ഥലത്തും കാണാതെ ഒളിഞ്ഞു മാറി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ സ്ലീപ്പർ സെൽ നമുക്ക് അകത്ത് തന്നെ ഉണ്ടോ? നമ്മുടെ രാജ്യത്തിനകത്ത് വല്ല സ്ലീപ്പർ സെൽസ് ഉണ്ടോ? അങ്ങനെ വല്ല ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കൂടി ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് ഇനിയും പോകാനുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഈ റാനയെ എവിടുത്താൻ വെക്കാനും പറ്റുന്നത് എന്ന് മാത്രമല്ല, നമുക്ക് റാനക്ക് ഈ ഡിസർവ് പണിഷ്മെൻറ്റ്, ഈ ഡിസർവ് ഹാങ്ങിങ്. അപ്പം അങ്ങനത്തെ ഒരു പണിഷ്മെൻറ്റ് കൂടി വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. കാരണം നമ്മുടെ ദേശത്തിനെതിരായിട്ട്, നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് നമ്മളുടെ 166 ആൾക്കാരെ കൊന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ഫൈനാൻഷ്യൽ
നമ്മളെ ഫൈനാൻഷ്യൽ ഹബ്ബായ മുംബൈയെ 60 മണിക്കൂർ ഒരു വല്ലാത്ത നില നിർത്തിയ ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും അയാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടണം. അതുകൂടി നമുക്ക് വരുത്തും. എന്നാൽ മാത്രമേ നമ്മുടെ ഇന്ത്യയുടെ ഈ കേസിൽ നമ്മളെ ഭാരതം ഈ കേസിൽ എങ്ങനെയാണ് ഹൗ വി ടാക്കിൾ ടെററിസം, എങ്ങനെ ഭാവിയിൽ ടെററിസം ടാക്കിൾ ചെയ്യാൻ പോകുന്നു, ഇതൊക്കെ കൂടി അതും കൂടി പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊരു ലോജിക്കൽ കൺക്ലൂഷൻ എത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. അതെ, ശ്രീ എസ് ദിന്നി, ഭീകരവാദ കേസിൽ US നിന്ന് ഇതുപോലൊരു എക്സ്ട്രാഡിഷൻ സാധ്യമാക്കുക എന്ന് പറയുന്നത് അത്ര ലളിതമായ കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം. 16 വർഷങ്ങൾക്ക് ശേഷം ഇത് സാധ്യമാക്കണമെങ്കിൽ ശക്തമായ നേതൃത്വമുള്ള ഒരു ഭാരത സർക്കാരും ഒപ്പം അതിനുവേണ്ടി ഇച്ഛാശക്തിയുണ്ട് എന്നുള്ളത് തെളിയിക്കുക തന്നെയല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നയതന്ത്ര വിജയമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ അത്രമാത്രം ശക്തമായ ഒരു ഇച്ഛാശക്തിയും നേതൃപാഠവുമുള്ള ഒരു സർക്കാരിനല്ലേ ഇത് സാധ്യമാക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഭീകരവാദത്തെ തുടച്ചു നീക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയും അതിനായി നിരന്തരം പോരാടുകയും ചെയ്യുന്ന ഒരു സർക്കാരിനല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും മാഡം നോക്കൂ, ഇതിനകത്ത് ഓൾറെഡി ഡോക്ടർ മോഹൻ വർഗീസ് ആയാലും ശ്രീ രാജ്മോഹൻ ആയാലും അവർ ഇതിന്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വിഷയത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ചു. ഈ ഒരു ടെററിസ്റ്റ്, അതായത് താവൂർ റാണ തിരിച്ച് നമ്മളെ വരുമ്പോൾ അദ്ദേഹം വെറും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് അല്ല. കാരണം പാകിസ്ഥാൻ സൈന്യത്തിൽ ഒരു ക്യാപ്റ്റൻ ആയിരുന്ന ഒരു വ്യക്തിയാണ്. പാകിസ്ഥാൻ സൈന്യത്തിൽ ധാരാളം കോൺടാക്ട്സ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അത് ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഉള്ള ഒരു രീതിയാണ് അന്നത്തെ കാലത്തും. അത് കഴിഞ്ഞിട്ടും യുഎസിലെ പോലെ ഏജൻസീസ് ഒക്കെ വളരെ സീരിയസ് ആയിട്ട് കണ്ട ഒരു കേസാണ്. അതായത് വെറും ഒരു നിസാര ടെററിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് മാത്രമല്ല, അതായത് ഒരു സ്റ്റേറ്റിന്റെ ഒരു പാർട്ടായിട്ട് നിൽക്കുന്ന സൈന്യത്തിന് എങ്ങനെയാണ് ടെററായിട്ട് ഡയറക്റ്റ് ലിങ്ക്സ് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് താവൂർ റാണ എന്നുള്ള വ്യക്തി. കാരണം അദ്ദേഹം പഠിച്ചതും മിലിറ്ററി അക്കാഡമിയിലാണ്, അദ്ദേഹം സേവനം ചെയ്തത് മെഡിക്കൽ കോർ പാകിസ്ഥാൻ ആർമിയിലാണ്. അപ്പൊ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനത്തെ ലെവലിലാണ് അവിടുത്തെ ഏജൻസീസ് പോലും അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ തെളിവുകളും ചെയ്തത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി വരെ US പോയെങ്കിലും സുപ്രീം കോടതി പോലും അദ്ദേഹത്തിന് എക്സ്ട്രഡിഷൻ ചെയ്യാൻ വേണ്ടി തടയാതിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള US പ്രസിഡന്റ് ആണ്. അതായത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ് അദ്ദേഹത്തിനെ വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനമായിട്ട് ഡൊണാൾഡ് ട്രംപ് പറയാണ് ഞങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല. കാരണം നമ്മൾ ഇതുവരെ ഭാരതത്തിൽ കണ്ടിട്ടുള്ളതാണ്. എന്റെ ഓർമ്മയിൽ ഇതുപോലത്തെ ഒരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു എക്സ്ട്രഡിഷൻ, ഒരു ടെററിസ്റ്റിനെ ഭാരതത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സംഭവം അറിയില്ല. വേറെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അത് പറയാം. കാരണം അത്രയും ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് ആണ് വരുന്നത്. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. സുപ്രീം കോടതി യെസ് എന്ന് പറഞ്ഞിട്ട് പോലും പ്രസിഡന്റ് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വരാൻ സാധിക്കില്ല. പക്ഷെ പ്രസിഡന്റ് യെസ് എന്ന് പറഞ്ഞതിന്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹവുമായിട്ടുള്ള റിലേഷനും ഭാരതം ഇന്ന് എത്രമാത്രം ശക്തമായിട്ടൊരു നിലയിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ ഏജൻസീസ് എല്ലാം ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഏത് ഗവൺമെന്റ് വന്നാലും ഏത് പാർട്ടി വന്നാലും അതൊന്നും ഒരു മാറ്റമല്ല. ഇപ്പൊ NIA ആയാലും ശരി, ഭാരതത്തിലെ സൈന്യമായാലും ശരി, അവരെല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് ആണ്. പക്ഷെ രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറഞ്ഞൊരു കാര്യം അത് മാറി മാറി വരുന്ന ഒരു കാര്യമാണ്. അത് അപ്പോഴ് നയിക്കുന്ന നേതാവിന്റെ കഴിവും അദ്ദേഹത്തിന്റെ ഇന്റൻഷനും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും അനുസരിച്ചായിരിക്കും ആ രാഷ്ട്രീയ ഇച്ഛാശക്തി വരുന്നത്. അപ്പൊ ഇവിടാണ് 2008 നമ്മുടെ ഭാരത ഭൂമിയിൽ ഇതുപോലെ ഒരു ടെറർ 166 ആളുകളെ ഇവിടെ ഇല്ലാതാക്കിയ ആ ഒരു മനുഷ്യനെ തിരിച്ചിവിടെ കൊണ്ടുവരണം, ആ ഒരു ഭീകരവാദിയെ തിരിച്ചിവിടെ കൊണ്ടുവരണം എന്നുള്ള ഒരു ഉറച്ച ഇച്ഛാശക്തി ഉണ്ടായിട്ടാണ് അത് US പോലുള്ള ഒരു വലിയ ശക്തിശാലിയായ രാജ്യത്ത് ചെന്ന് അവിടുത്തെ പ്രസിഡന്റുമായിട്ട് സംസാരിക്കാനും ആ പ്രസിഡന്റ് അതിനെ എഗ്രി ചെയ്യാനും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഉറച്ച രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രൈം മിനിസ്റ്റർ മോദിജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് പറയേണ്ടി വരും. അതിനകത്ത് യാതൊരു സംശയമില്ല. അത് വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ ശ്രീ രാജ്മോഹൻ പറഞ്ഞ പോലെ ഇത് ഞാൻ നേരത്തെ വെറും ഒരു ടെററിസ്റ്റ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നിന്ന് ധാരാളം കാര്യം ഇനിയും കിട്ടാനുണ്ട്. കാരണം ഇത് എത്രമാത്രം സ്ലീപ്പർ സെൽസ് ഉണ്ട്, എത്രമാത്രം ബാക്കിയുള്ള ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. നോക്കൂ, ഇവരുടെ പ്ലാനിങ് എത്രമാത്രം ഡീറ്റെയിൽഡ് ആയിരുന്നു. ഒരു 10 പേര് പാകിസ്ഥാനിൽ നുഴഞ്ഞു കയറി വന്നത് മാത്രമല്ല, അവരുടെ ഐഡന്റിറ്റി വരെ മാറ്റി ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും എടുത്തിട്ടായിരുന്നു വന്നത്. അപ്പൊ അത്രമാത്രം പ്ലാനിങ് ചെയ്തിട്ടുള്ള ഇപ്പോഴും അങ്ങനെയൊക്കെയുള്ള പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടോ, ഇതെല്ലാം കാണാനും ഇതെല്ലാം അതിനൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടും. അത് മാത്രമല്ല ഇതിന്റെ വേറൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ശ്രീ രാജ്മോഹൻ സൂചിപ്പിച്ചു, നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ഭാരതത്തിനെ എങ്ങനെ തകർക്കാം എന്നുള്ള ഒരു വലിയ രീതിയിൽ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവരെ സംബന്ധിച്ചോളം അവർ ഒരിക്കലും ഓർക്കാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഈ 2008 മുംബൈ അറ്റാക്സ്. കാരണം അവർക്ക് അത്രമാത്രം നാണക്കേടുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ലോകം മൊത്തം പാകിസ്ഥാനിൽ നിന്നാണ് ഈ ടെറർ വരുന്നത് എന്നുള്ളത് വളരെ എല്ലാവരും കണ്ടുകൊണ്ട് നിന്ന ഒരു കാര്യമാണ്. കാരണം മുംബൈയിൽ ഇന്ത്യൻസ് മാത്രമല്ല അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് പോലും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പൊ വീണ്ടും ഈ താവൂർ റാണ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആ കംപ്ലീറ്റ് ഫോക്കസ് പാകിസ്ഥാനിലേക്ക് വരികയാണ്. ആ രാജ്യം ഇപ്പം അവരുടെ നിലനിൽപ്പ് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉള്ളിൽ തന്നെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ബലൂചിസ്ഥാന്റെ പ്രശ്നമുണ്ട്, അഫ്ഗാനിസ്ഥാനായിട്ടുള്ള പ്രശ്നമുണ്ട്, പാകിസ്ഥാൻ താലിബാനായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഈ താവൂർ റാണ വരുമ്പം ഇതും വീണ്ടും പാകിസ്ഥാൻ ഒരു ഭീകരവാദി രാഷ്ട്രമാണ്, പാകിസ്ഥാനിൽ നിന്നാണ് ഭീകരവാദം വരുന്നത് എന്നുള്ള ഒരു നരേറ്റീവ് അല്ലെങ്കിൽ ആ ഒരു സത്യം അത് പുറത്തു വരുമ്പോൾ വീണ്ടും പാകിസ്ഥാന് അവരുടെ എക്കോണമി അത് വീണ്ടും ബാക്കിലോട്ട് പോകാനാണ് സാധ്യത. കാരണം ഏതൊരു രാജ്യവും അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ രാജ്യത്ത് കുറച്ചെങ്കിലും സമാധാനമൊക്കെ വേണം. പക്ഷെ ആ രീതിയിലുള്ള ഒരു അവസരം അല്ല വരുന്നത് എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള വീണ്ടും ഒരു വിഷയമാണ്. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് ധാരാളം ആളുകൾ ഇന്നും ഇന്ത്യയിൽ മുംബൈ അറ്റാക്സിന്റെ വിക്ടിംസ് ആയിട്ടുള്ള സർവൈവ് ചെയ്ത ആളുകളുണ്ട്. ചിലപ്പോൾ അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ മരിച്ചിട്ടുണ്ടാവാം. അവരെ സംബന്ധിച്ചോളം ഒരു പാർഷ്യൽ ക്ലോഷർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. കാരണം അവര് ഈ 10 ഭീകരവാദികൾ അല്ലെങ്കിൽ 9 എണ്ണത്തിന് അവിടെ വെച്ച് തന്നെ വധിച്ചു. ഒരു അജ്മൽ കസബിനെ ഭാരതത്തിന്റെ ജുഡീഷ്യറിയുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടി. പക്ഷെ അതല്ലാതെ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ആളെ വരെ ഇന്ന് ഭാരതത്തിന്റെ സർക്കാർ അവരെ അമേരിക്ക പോലുള്ള രാജ്യത്ത് തിരിച്ച് ഇവിടെ കൊണ്ടുവരുന്നു എന്ന് കാണിക്കുമ്പോൾ ആ വിക്ടിംസിന്റെ ഫാമിലിയെ സംബന്ധിച്ചുള്ള ഒരു പാർഷ്യൽ ക്ലോഷർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ ഒരു നീതി കിട്ടി എന്നുള്ള ഒരു തോന്നൽ കൂടി അവരുടെ ഭാഗത്തും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ഇതുവരെ നടന്ന് കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്ട്രഡീഷൻ ആണ്. ഇത്രയും ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ടെററിസ്റ്റിനെ ഭാരതം അമേരിക്ക പോലുള്ള രാജ്യത്തിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് എന്ന പോലുള്ള ഒരു പ്രസിഡന്റിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സർക്കാരിന്റെ നരേന്ദ്രമോദിയുടെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ എക്യുപ്മെന്റ് മാത്രമല്ല ഇച്ഛാശക്തിയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഫോർസൈറ്റിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു തന്നെ പോകണം. അതെ, തീർച്ചയായും ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടം എന്ന് ആവർത്തിക്കുക തന്നെ വേണം. ശ്രീ സേനാപതി വേണു, നമുക്കറിയാം ഈ മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഭീകരവാദത്തിനെതിരായി സ്വീകരിച്ച നിലപാടുകൾ ഒരുപക്ഷെ സർജിക്കൽ സ്ട്രൈക്കുകൾ പാകിസ്ഥാനെ കടന്നാക്രമിക്കുന്ന തരത്തിലേക്ക് വരുന്നത് 2016 മുതലാണ്. ഉറി ആക്രമണത്തിന് ശേഷം ഭാരതത്തിന്റെ സൈന്യം പാകിസ്ഥാൻ അധീന കശ്മീരിലേക്ക് ഭീകര ട്രെയിനിങ് ക്യാമ്പുകൾക്ക് നേരെയാണ് ശക്തമായ ബോംബ് വർഷവുമായി സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്നത്. പിന്നീട് നമ്മൾ അങ്ങോട്ട് കണ്ടതാണ് 2019 പുൽവാമ ഭീകരാക്രമണത്തിന് കൃത്യമായ മറുപടി ഏതു രീതിയിലാണ് ബലാക്കോട്ടിൽ കൊടുത്തത് എന്നുള്ളത്. പാകിസ്ഥാനിലെ ബലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു ക്യാമ്പ് മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു അത്തരത്തിൽ പ്രതികാരം വീട്ടിയത്. അങ്ങനെ തങ്ങളുടെ അതിർത്തി കടക്കുന്നവർക്ക് മേൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നുള്ള മുന്നറിയിപ്പ്, അതോടൊപ്പം എവിടെയൊക്കെ ഭീകരാക്രമണത്തിന്റെ ഇരകളാകുന്നോ അവർക്ക് നീതി നൽകും എന്നുള്ള ഒരു ഉറപ്പ്, ഇത് തന്നെയല്ലേ നമ്മൾ ഈ തഹാവൂർ റാണയുടെ തിരിച്ചുവരവിലൂടെ കാണേണ്ടത്? രോഹിണി, ഈ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് പറയുമ്പോൾ എന്നേക്കാൾ കരസേനയിൽ എന്താ പറയുക ദീർഘകാലം സർവീസ് ചെയ്യുകയും നിരവധി യൂണിറ്റുകളെയും കമാൻഡുകളെയും നയിച്ച ആളാണ് കേണൽ ഡിന്നി. ഞാൻ കശ്മീരിൽ പരിമിതമായ ഒരു 3-3.5 വർഷക്കാലം കശ്മീരിൽ സെർവ് ചെയ്യാൻ അവസരം കിട്ടിയ ഒരു സൈനികനാണ്. ഈ സർജിക്കൽ സ്ട്രൈക്കും ആർമി അറ്റാക്കുകളും അത് ഇന്നോ ഇന്നലെയോ അല്ല, അതൊരിക്കലും കരസേന പുറത്ത് വിടാറില്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചാൽ പോലും അദ്ദേഹം അത് പറയില്ല. അത് ഒരു സർവീസ് രഹസ്യമാണ്. അത് നിരന്തരമായി പാകിസ്ഥാന്റെ മേൽ പല ഘട്ടങ്ങളിലും പല പ്രദേശങ്ങളിലും ഇന്ത്യയുടെ കരസേന ചെയ്തു. നമ്മുടെ കരസേനയുടെ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 71 ബംഗ്ലാദേശ് ലിബറേഷനാണ്. അതുപോലെ അതൊരു വാറിന്റെ ഭാഗമാണ്. അപ്പൊ ഇതൊന്നും അങ്ങനെ പുതിയതായിട്ട് നടത്തുന്നൊന്നുമല്ല. എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ സൈന്യം അതിന് സജ്ജമാണ്, അവരത് ചെയ്യാറുമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ ചർച്ചയുടെ വിഷയം ഇതൊരു നയതന്ത്ര വിജയമോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു കഴിവോ നമ്മൾ മനസ്സിലാക്കണം. രോഹിണി, ഈ ഇൻസിഡന്റ് നടക്കുന്നത് ഇറ്റ് വാസ് ഇൻ 2008. 2008 ശേഷം
ഇപ്പൊ ഒരു വാദഗതിക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം അത് അടുത്ത 5 കൊല്ലക്കാലം കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റ് ആയിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഒരു ഗവൺമെന്റ് ആയിരുന്നു. പക്ഷെ 2014 നരേന്ദ്രമോദിയുടെ ഒന്നാമത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 14, 10, 24, 1, 25, 11 കൊല്ലക്കാലത്തിന് ശേഷമാണ് ഈ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതും ഇപ്പോൾ സുപ്രീം കോടതിയുടെ അന്തിമമായ ഒരു വിധി ഇയാളെ എന്താ പറയുക നാട് കടത്താൻ പറ്റും എന്ന് വരുന്നത് വരെ. അപ്പൊ 11 വർഷക്കാലത്തെ ആ പ്രക്രിയ എന്ന് പറയുന്നത് അത് സ്വാഭാവികമായ ഒരു ഡിലേ അല്ല, അത് കുറച്ച് അധികം ഡിലേ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 2ാമത്തെ കൊല്ലം ഇദ്ദേഹത്തെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ 3ാമത്തെ കൊല്ലം കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അത് നമുക്ക് നിശ്ചയമായിട്ട് പറയാൻ കഴിയും അതൊരു നയതന്ത്രത്തിന്റെ വിജയമാണ്. ഇപ്പൊ അജിത് ഡോവലിനെ പോലുള്ള ആളുകളൊക്കെ വലിയ പ്രഗത്ഭന്മാരാണ് ഈ കാര്യത്തിൽ, ആ കാര്യത്തിൽ ഒന്നും തർക്കമില്ല. പക്ഷേ മോദി വന്നതിന് ശേഷവും നീണ്ട 11 വർഷക്കാലം ഇവിടെ ഇതിന് താമസം വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ ബോംബെ ഈ ഭീകരാക്രമണം നടക്കുന്ന ഈ പ്രദേശത്തെ കുറിച്ച് എനിക്ക് വളരെ കൃത്യമായ പരിചയം. ഞാൻ മഹാരാഷ്ട്രയിലെ MNG ഏരിയ ഹെഡ്ക്വാർട്ടർ, മഹാരാഷ്ട്ര ഗുജറാത്ത് ഏരിയ ഹെഡ്ക്വാർട്ടർ ഇത് കൊളാബയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനടുത്ത സ്ഥലമാണ് ഈ ആക്രമണങ്ങൾ നടന്ന സ്ഥലമല്ല, അത് പോയി കാണാനും നേരിൽ കാണാനും. അതായത് ഈ ഗേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ജോർജ് 5-ാമൻ വന്നതിന്റെ സ്മാരകമായിട്ട് പണിതിരിക്കുന്നതാണ്. അപ്പൊ അവിടുന്ന് ഈ സ്പീഡ് ലോഞ്ചിൽ വന്നിട്ട്, അതായത് ഈ വലിയ എന്താ പറഞ്ഞ ചെറിയ ബോട്ടിൽ വന്നിട്ട് ഇവർ ചാടി ഇറങ്ങുന്നു 10 ആളുകൾ. ഏറ്റവും മുമ്പിൽ കാണുന്ന ഏറ്റവും വലിയ സൗദം എന്ന് പറയുന്നത് താജ് ഹോട്ടലാണ്, പഴയ ജാംഷഡ്ജി ടാറ്റയുടെ ഇതിൽ പണിതിരിക്കുന്നത്. അതിലേക്ക് കുറച്ചുപേര് ഇരച്ചു കയറുന്നു, കുറച്ചുപേര് നരിമൻ പോയിന്റിലേക്ക് പോകുന്നു, അവിടെ ഒബിറായ് ഹോട്ടലിലേക്ക്, കുറെ പേര് പഴയ VT സ്റ്റേഷൻ, ഇപ്പൊ അതിനെ ഛത്രപതി ശിവാജി ടെർമിനൽ അങ്ങോട്ട് പോകുന്നു, കുറച്ചുപേര് മാഡം കാമ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും എനിക്ക് ഒരു സന്തോഷം തോന്നുന്നു, അല്ലെങ്കിൽ എന്താ പറഞ്ഞ ആശ്വാസം തോന്നുന്നത് ദലാൽ സ്ട്രീറ്റ് അതിനടുത്താണ്, നമ്മുടെ എന്താ പറഞ്ഞ ഷെയർ മാർക്കറ്റ്. ഈ 4 പേര് അങ്ങോട്ടും വരച്ചു കയറിയിട്ട് അവിടെയാണ് ഈ ബൊമ്പാർഡ്മെന്റ് നടന്നത് എങ്കിൽ ഒരുപക്ഷെ ഇവരുദ്ദേശിച്ച ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നു പോയന്. ഏതായാലും ആ കാര്യത്തിൽ അന്ന് മഹാരാഷ്ട്രയുടെ ATF ഹേമന്ത് കാർക്കറെയാണ് ഇവരുടെ എന്താ പറഞ്ഞ ആന്റി ടെററിസ്റ്റ് ഫോഴ്സിന്റെ തലവൻ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെയും അദ്ദേഹത്തിന് ഒരു എന്താ പറഞ്ഞ ഒരു ഷീൽഡ് പോലും ഇല്ലാതെ വെറും കയ്യിൽ ഒരു സ്റ്റെൻ ഗണ്ണുമായിട്ടാണ് ആ മനുഷ്യൻ ഇറങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ധൈര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പോലും ധരിക്കാൻ സമയം എടുക്കുന്നതിന് മുമ്പേ തന്റെ കയ്യിൽ കിട്ടിയ സ്റ്റെൻ ഗണ്ണുമായിട്ട് അദ്ദേഹം ഇറങ്ങുക. അദ്ദേഹം വെടിയേറ്റ് മരിച്ചു. പിന്നീട് പിന്നെ NSG എന്ന് വന്ന നമ്മുടെ ക്യാപ്റ്റൻ മേജർ ഉണ്ണികൃഷ്ണൻ, ഐ തിങ്ക് ഉണ്ണികൃഷ്ണൻ, അത് എയർലിഫ്റ്റ് ഈ എന്താ പറഞ്ഞ ഈ ബോംബെ ഹോട്ടലിന്റെ താജ് ഹോട്ടലിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ അകത്തിരിക്കുന്ന പോലെയാണ് ഈ ഹോട്ടൽ. ഇതിന്റെ ഏത് ഭാഗത്തുനിന്നും പ്രവേശനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മുകളിലിരിക്കുന്നവർക്ക് കാണാം, അവർക്ക് ഫയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ ATFകാർക്ക് വലിയ കാഷ്വാലിറ്റി ഉണ്ടാവുകയും അവസാനം NSG ഗാർഡ്സ് മുകളിൽ വന്ന് അവർ ഹോട്ടലിന്റെ മുകളിൽ ലാൻഡ് ചെയ്യുന്നു. അപ്പോഴും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങോട്ട് പോകണമെന്നറിയില്ല. വർളിയിലായിരുന്നു അന്ന് നമ്മുടെ ഇദ്ദേഹം രത്തൻ ടാറ്റയെ അവിടുന്ന് ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ വസതിയിൽ അദ്ദേഹം പോയിട്ടാണ് ഈ കെട്ടിടത്തിന്റെ പ്ലാൻ ഒക്കെ എടുത്തത്. ആ പ്ലാനുകളൊക്കെ വെച്ചുകൊണ്ടാണ് കമാൻഡോസ് ഇതിന്റെ അകത്ത് കയറുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 2 ദിവസം 3 ദിവസം ഈ രാജ്യം ഇതുപോലെ മുൾമുനയിൽ നിർത്തിയ ആള് എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും അത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ഹേമന്ത് കാർക്കറയുടെ ഫാമിലിക്ക് നീതി കിട്ടണം, ഉണ്ണികൃഷ്ണന്റെ ഫാമിലിക്ക് നീതി കിട്ടണം. ഇസ്രായേലിൽ നിന്ന് വന്ന് മരിച്ച് നരിമൻ പോയിന്റിലെ ഒരു റെസിഡൻസിൽ താമസിച്ച ഇസ്രായേലുകാരൻ, അദ്ദേഹത്തിന്റെ മകൻ ഈ അടുത്ത കാലത്ത് അതിന്റെ വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ അവർക്കൊക്കെ നീതി കിട്ടണം. ആ നീതി കിട്ടലിന്റെ ഭാഗമായി ഇയാളെ ഇന്ത്യയിൽ കൊണ്ടുവരണം. കൂടുതൽ തെളിവെടുപ്പുകൾ നടക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 93 ബോംബെയിൽ ഉണ്ടായ അതിഭയാനകമായ ബോംബ് സ്ഫോടനം, അതും ഈ പറഞ്ഞ പോലെ നരിമൻ പോയിന്റിൽ അവിടുത്തെ എയർ ഇന്ത്യയുടെ ഓഫീസിൽ നിന്നൊക്കെയാണ് തുടങ്ങിയത്. അതിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് D കമ്പനിയുടെ തലവനായ ദാവൂദ് ഇബ്രാഹിമാണ്. ദാവൂദ് ഇബ്രാഹിം ഇപ്പോഴും കറാച്ചിയിൽ സുരക്ഷിതമായിട്ട് കഴിയുന്നു. യാക്കൂബ് മെഹ്മാനെ മാത്രമേ നമുക്ക് പിടിക്കാനും അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതിലും വലിയ ഭീകര ആക്രമണം നടത്തിയ D കമ്പനിയുടെ തലവൻ ദാവൂദ് ഇബ്രാഹിം, ആ ദാവൂദ് ഇബ്രാഹിമിനെയും കണ്ടെത്തുവാനും അയാളെയും ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തേണ്ടത് അതും നമ്മുടെ നയതന്ത്രത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ നയതന്ത്രത്തെയോ നയതന്ത്ര ബന്ധങ്ങളെയോ ഒന്നും കുറച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളെല്ലാം ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ്. പക്ഷെ 2 ചോദ്യം, ഈ 11 വർഷക്കാലത്തെ താമസവും അതോടൊപ്പം തന്നെ
ഡി കമ്പനിയിൽപ്പെട്ടിട്ടുള്ള ദാവൂദ് ഇബ്രാഹിം ഇപ്പോഴും പുറത്തു നൽകുന്നു. ഇന്ത്യയെ വലിയ സാമ്പത്തികമായിട്ട് തകർക്കുന്നതിന് സഹായം ചെയ്തിട്ടുള്ള മാഹിം ചാക്സിയെ പോലുള്ള ആളുകൾ, ലളിത് മോഡിയെ പോലുള്ള ആളുകൾ, പിന്നെ നമ്മുടെ വിമാന കമ്പനിയുടെ ആളുടെ പേര് ഞാനിപ്പോ അങ്ങ് മറന്നുപോയി, അവരൊക്കെ ഇപ്പോഴും വിദേശത്തുണ്ട്. അവരെ ആരെയും കൊണ്ടുവന്നിട്ടില്ല. നയതന്ത്ര വിജയമാണെങ്കിൽ അവരൊക്കെ വരണമല്ലോ. 20,000 കോടിയും 18,000 കോടിയും 16,000 കോടിയും ഒക്കെ അടിച്ചു മാറ്റിയിട്ട് ഇംഗ്ലണ്ടിലും ഒക്കെ പോയി താമസിക്കുന്ന ആളുകൾ അവരും രാജ്യത്തേക്ക് നമ്മുടെ നയതന്ത്ര വിജയമാണെങ്കിൽ അവരും വരണം. കാരണം അവരൊക്കെ സാമ്പത്തിക കുറ്റവാളികൾ ആയിരിക്കുന്ന ആളുകളാണ്. അപ്പോ ഇതിനകത്ത് ഒരു നയതന്ത്ര വിജയത്തെക്കാൾ ഉപരി എന്നെ പോലുള്ള ആളുകൾ കണക്കാക്കുന്നത് ഇതൊരു സ്വാഭാവിക പരിണാമം. കാരണം 11 കൊല്ലക്കാലം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലമല്ല. ആ 11 മുമ്പുള്ള 5 കൊല്ലം കൂടെ ചേരുമ്പോൾ 16 വർഷക്കാലം അതൊരു ചെറിയ കാലഘട്ടമല്ല. അപ്പോൾ അത് അത്ര വലിയൊരു നയതന്ത്ര വിജയമായിട്ട് ഞാൻ കാണുന്നില്ല. നിയമ നടപടികളുടെ നൂലാമാലകൾ അത് ഒന്നൊന്നായി പരിഹരിച്ചു വന്നതിന് ശേഷം അയാളെ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനിയും അയാൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ബോംബെയിൽ ഇവർ ഇറങ്ങുമ്പോൾ ഇവർക്ക് എവിടെ നിന്നെങ്കിലും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ആരാണ് ഇവരുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള? സ്ലീപ്പിംഗ് സെല്ലുകൾ മാത്രമല്ല, ബോംബെയിലൊക്കെ ഇതിന് കാരണം ഒരു രാജ്യത്തെ ആക്രമിക്കാൻ 10 പേര് വരിക, അത് ചിലപ്പോൾ അവരുടെ മണ്ടത്തരമായിരിക്കാം. 10 പേര് വരിക, കണ്ണിൽ കണ്ടവരെ മുഴുവൻ വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് നടക്കാവുന്ന ഒരു കാര്യമല്ല. അതിന്റെ പിന്നിൽ വലിയ പ്ലാനിംഗ് ഉണ്ട്. ആ പ്ലാനിങ്ങിൽ ഈ രാജ്യത്ത് നിന്ന് ആരുടെയെങ്കിലും സഹായം, കാരണം അജ്മൽ കസബിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതൊന്നും കിട്ടത്തില്ല. ഒന്നായിട്ട് ഹിന്ദി ശരിക്കറിയത്തില്ല, ഉറുദു ആണ് സംസാരിക്കുന്നത്. അയാളെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ വിഷയങ്ങളൊന്നും കിട്ടത്തില്ല. അയാൾ ഇപ്പോ ജീവിച്ചിരിക്കുന്നില്ല. അപ്പോ ഈ വലിയ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ വിവരങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടണമെങ്കിൽ ഇവിടെ രാജ്മോഹൻ സാർ പറഞ്ഞതുപോലെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ വളരെ ശക്തമായ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകണം. അത് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കാൻ പുറത്തുനിന്ന് പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് എതിരെയുള്ള ആ പ്രവർത്തനത്തിന് കൂടുതൽ ആക്കം കൂട്ടുമെന്നാണ് എനിക്ക് ഈ 1ാം ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇതെന്തെങ്കിലും പ്രത്യേകമായ ഒരു നയതന്ത്ര വിജയമാണ് ഇറ്റ് ഈസ് ഓക്കെ. പക്ഷെ അതിലെന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു നയതന്ത്ര വിജയം, അല്ലെങ്കിൽ ഇന്നോളം ഉണ്ടാകാത്ത ഒരു നയതന്ത്ര വിജയം നമ്മൾ എന്തുകൊണ്ടാണ് ശ്രീ സേനാപതി വേണു അത്തരത്തിൽ തോന്നാത്തത് എന്നുള്ളത് താങ്കളിലേക്ക് എത്താം. പിന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീരവ് മോദിയും വിജയ് മല്യയെയും ചോക്സിയും ഒക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത്. അതിനായിട്ടുള്ള നിയമ നടപടികൾ ഭാരതം പുരോഗമിപ്പിക്കുന്നുണ്ട്. അതെ, അതെല്ലാം ഭാരതം മുന്നോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, എന്തുകൊണ്ടാണ് ഇതിനെ അത്ര വലിയൊരു നയതന്ത്ര വിജയമായി ഡോക്ടർ സേനാപതി വേണു കണക്കാക്കാത്തത്? കാരണം അദ്ദേഹം ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള കാര്യങ്ങൾ നേരത്തെയും നടത്തിയിരുന്നു എന്നുള്ളത്. ദാവൂദ് ഇബ്രാഹിമിനെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അത് ഓർത്തത്. അദ്ദേഹം ഒരു പ്രാവശ്യം പാകിസ്ഥാനിൽ വലിയ അപകടകരമായ സാഹചര്യത്തിലാക്കി ആരോഗ്യനിലയിലേക്കൊക്കെ എത്തി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതാണ്. അന്ന് ചില അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നു. അതും ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നൊക്കെയുള്ളത്. എന്തായാലും അതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണ്. എന്തായാലും നമ്മുടെ നയതന്ത്ര വിജയത്തെ കുറച്ച് കാണേണ്ടുന്ന സാഹചര്യം എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? നേരത്തെ പലപ്പോഴും തന്നെ ഈ കരസേനാ മേധാവികൾ അടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട്, തങ്ങൾ എപ്പോഴും ഒരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്കിലേക്കോ ഒക്കെ കടക്കാൻ തയ്യാറാണ്. പക്ഷേ അതിന് രാഷ്ട്രീയ നേതൃത്വം വേണ്ടുന്ന പിന്തുണ തരാത്തതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും അത് പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അത്തരത്തിലുള്ള യാതൊരു നിയന്ത്രണങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഏതെവിടെയെങ്കിലും തരത്തിൽ ഭാരതത്തിന് മേൽ ഏതെങ്കിലും ഒരു ഭീകരാക്രമണം ഉണ്ടാകുകയാണെങ്കിൽ തിരിച്ചടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം, അതിൽ തന്നെ മുന്നോട്ട് പൊക്കൊള്ളൂ എന്നുള്ളൊരു വാക്ക് നൽകിയിട്ടുണ്ട് എന്നും പലരും പറയുകയുണ്ടായി, പല ഇന്റർവ്യൂസിലടക്കം. അതുകൊണ്ട് ഇത് നയതന്ത്ര വിജയം തന്നെയാണ്. അതിലുപരി അതിനെ അങ്ങനെ താഴ്ത്തിക്കെട്ടേണ്ട ഒരു കാര്യമല്ല എന്ന് തന്നെയല്ലേ നമുക്കും പറയാനുള്ളത്. ഈ പാനലിലെ ആരും തന്നെ ഇത് നയതന്ത്ര വിജയമല്ല എന്ന് പറയുമെന്ന് തോന്നുന്നില്ല. പിന്നെ മുൻകാലങ്ങളിലെ ഗവൺമെന്റുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ ഗവൺമെന്റ് കാട്ടുന്ന ഒരു ഇച്ഛാശക്തി, ഒരു വൈബ്രൻസി, അത് തീർച്ചയായും എടുത്തു പറയാവുന്ന കാര്യവുമാണ്. മുൻകാലങ്ങളിൽ മോശമാണ് എന്നല്ല. സേനാപതി വേണു പറഞ്ഞത് വളരെ ശരിയാണ്. 71 യുദ്ധത്തിലൊക്കെ തീർച്ചയായും ഭാരതത്തിന്റെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉണർന്ന് പ്രവർത്തിച്ചു. നമ്മുടെ ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെന്റ് 1ാം തരം ഇന്റലിജൻസ് ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. തീർച്ചയായും ഭാരതത്തിന്റെ അഭിമാനമാണ്. കാരണം വിദേശ നയത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം കൂട്ടിക്കുഴയ്ക്കുന്നത് ആരോഗ്യപരമെന്ന് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമല്ല. നോക്കൂ, ഒരു ഗവൺമെന്റിന്റെ, ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായിരുന്ന ആളാണ്, ഒരു ഗവൺമെന്റ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഗവൺമെന്റ് പോയിക്കോട്ടെ, രാജ്യം തന്നെ ഉണ്ടായത് എന്തിനാണ്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പ് വരണം. അങ്ങനെ രാജ്യത്തിന്റെ സുരക്ഷ സാധിക്കണമെങ്കിൽ അതിനൊരു ഭരണകൂടം ഉണ്ടാകണം. ആ ഭരണകൂടത്തിന്റെ ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി തന്നെയാണ്.
ദേശീയ സുരക്ഷ തന്നെയാണ്. ഭാരതത്തിന്റെ ദേശീയ സുരക്ഷ അട്ടിമറിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ, അതായത് ഭാരതത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനായി ബോധപൂർവമായ ഒരു ശ്രമം അയൽക്കാരുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അതിനെ ഒരു മൾട്ടി പ്രോങ് സ്ട്രാറ്റജി കൊണ്ട് മാത്രമേ നേരിടാനാവൂ. ഒന്ന്, ആ ഒരു ത്രെട്ടിനെ നമ്മൾ ഫിസിക്കലി ഹാൻഡിൽ ചെയ്യണം. അത് മാത്രമല്ല, ആ ത്രെട്ട് വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. മൂന്ന്, ആ ത്രെട്ട് ഏത് കേന്ദ്രത്തിൽ നിന്നാണോ വരുന്നത് ആ കേന്ദ്രം ഈ സംഭവം ചെയ്തു, അതിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണം നടത്തി എന്ന് കാറ്റഗോറിക്കായിട്ട് തെളിയണം. അതിന്റെ റൂട്ട്സിലേക്ക് പോയി, നേരത്തെ ഇവിടെ ശ്രീ രാജ്മോഹനും കേണൽ ജിന്നിയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ, യു ഹാവ് ടു ഗോ ടു ദ റൂട്ട്സ് ഓഫ് ദ ഇഷ്യൂ. ആ വേരുകളിലേക്ക് പോകണമെങ്കിൽ നിർണായക തെളിവുകളാണ് ആവശ്യം. ആ നിർണായക തെളിവുകളുടെ പ്രധാന കണ്ണിയാണ് ഈ ആക്രമണത്തിന്റെ സൂത്രധാരൻ, കുന്തമുന എന്നൊക്കെ പറയാവുന്ന തഹാവൂർ റാണയെ ഇപ്പോൾ ഭാരതത്തിന് വിട്ടുകിട്ടുന്നത്. ഇവിടെ നിന്നാണ് ആ നെക്സസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പുകമറ പോലെ പറയാം, പാകിസ്ഥാന്റെ ഗവൺമെന്റ്, അതായത് പാകിസ്ഥാന്റെ സൈന്യവും പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന രഹസ്യ അന്വേഷണ ഏജൻസിയും ലഷ്കർ ഇ തോയ്ബ എന്ന ഭീകര സംഘടനയും എല്ലാം ചേർന്ന ഒരു കൂട്ടുകെട്ട് എന്ന് മുഴുക്കൻ മട്ടിൽ പറയാം. പക്ഷേ ഇതിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ്? ലഷ്കർ ഇ തോയ്ബയുടെ നേതാക്കൾ ആരൊക്കെയാണ് പ്രവർത്തിച്ചത്? അവർ എത്ര പ്രാവശ്യം ഇന്ത്യയിൽ വന്നു? ആരാണ് അവരുടെ ഇന്ത്യയിലെ കോണ്ടാക്ട്? ഇപ്പോഴും ഈ സ്ലീപ്പർ സെൽ എന്ന് പറയുന്നത് വളരെ വളരെ ഗൗരവമായ വിഷയമാണ്. ഇപ്പോഴും 1993-ന്റെയും 2008-ന്റെയും ബാക്കി പത്രം സ്ലീപ്പർ സെല്ലുകളുടെ രൂപത്തിൽ ഇന്ത്യയിലെ പല നഗരങ്ങളിലും ഉണ്ടാകാം. അതേക്കുറിച്ച് കാര്യമായ വിവരങ്ങൾ കിട്ടണമെങ്കിൽ ഇതുപോലൊരാൾ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയിൽ നിന്നോ അല്ലെങ്കിൽ തഹാവൂർ റാണയിൽ നിന്നോ ആണ് അത് ലഭിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ വിചാരണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെളിവെടുപ്പ് എന്ന് പറയുന്നത് അതീവ സങ്കീർണവും നിർണായകവുമായ ഒരു ഘട്ടമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയം അമേരിക്കയുടെ നീതിപീഠം പരിശോധിച്ച് അവിടെ തീർപ്പ് കൽപ്പിക്കുകയാണ്. പക്ഷേ ഇന്ത്യക്ക് അനുഭവിക്കുന്ന നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിന് കുറച്ചുകൂടി ആഴത്തിലുള്ള അന്വേഷണം വേണ്ടി വരും. ഇത് നോക്കൂ, നമ്മൾ പാക് സ്റ്റേറ്റിന്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിച്ചു നോക്കൂ. എന്താണ് ഇതിന്റെ ഒരു ലിങ്ക് എന്നുള്ളതാണ്. തഹാവൂർ റാണ എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാകുന്നു? എന്തുകൊണ്ട് ഭാരതം കടുകട വിട്ടുവീഴ്ച? കാരണം ഇതൊരു പ്രഷറാണ്. ഇത് എത്രയെല്ലാം നിഷേധിച്ചാലും പൊളിറ്റിക്കൽ ഡിപ്ലോമാറ്റിക് പ്രഷർ ആണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു എക്സ്ട്രഡിഷൻ സാധ്യമാക്കിയത്. അല്ല എങ്കിൽ അവിടുത്തെ നിയമവ്യവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും ശരി, പ്രസിഡന്റിന് ഓവർ ആർച്ചിങ് പവേഴ്സ് ഉണ്ട്, ഓവർ റൈഡിങ് പവേഴ്സ് ഉണ്ട്. പ്രസിഡന്റ് ഓഫ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള ഗ്രീൻ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തി കൺവേർജ് ചെയ്യുന്ന ഒരു പോയിന്റിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ അമേരിക്കൻ ബന്ധം, ടാരിഫ് വാർ, ട്രംപ് ഇൻവോൾവ് ആയിരിക്കുന്ന തീരുവ യുദ്ധം, ഇന്ത്യക്കെതിരെ 27% തീരുവ പ്രഖ്യാപിച്ചു. എല്ലാ കണ്ണുകളും യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം 9-ാം തീയതിയാണെന്ന് ഓർക്കണം. ഏപ്രിൽ 9-ാം തീയതി ഈ തീരുവകൾ നിലവിൽ വരുന്ന ദിവസമാണ്. അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും, ഇന്ത്യയുടെ താല്പര്യം എങ്ങനെ ബാധിക്കും, ആ രീതിയിലുള്ള ചർച്ചകളാണ് പലപ്പോഴും ഈ ഒരു പബ്ലിക് സ്പേസിൽ ഡോമിനേറ്റ് ചെയ്തത്. അവിടെ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സാമ്പത്തിക കാര്യങ്ങൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും, നെഗോസിയേഷനിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ ബന്ധമുണ്ടാകണം. രണ്ട് ഭരണകൂടങ്ങൾ തമ്മിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു ബന്ധമുണ്ടാകണം. ആ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഭാരതത്തിന് കഴിഞ്ഞു. വളർന്നു വരുന്ന ഭാരതത്തിന്റെ ഒരു സ്കീം ഓഫ് തിങ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലാർജർ ആയിരിക്കുന്നു, വൈഡർ ആയിരിക്കുന്നു. ഒരു സൗത്ത് ഏഷ്യൻ പ്ലെയർ എന്നുള്ള നിലയിൽ നിന്നും ഒരു ഗ്ലോബൽ മൂവർ ആൻഡ് ഷെയ്ക്കർ എന്ന നിലയിൽ സാമ്പത്തികമായും സൈനികമായും അത് മാത്രമല്ല ഇന്റലിജൻസ് നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ പോലും ഭാരതം മുൻപത്തേക്കാൾ വളർന്നിരിക്കുന്നു. അത് ഓരോ ഗവൺമെന്റും അവരവരുടേതായ, കോൺഗ്രസ് ഗവൺമെന്റും ജനതാ ഗവൺമെന്റും BJP ഗവൺമെന്റും അവരവരുടേതായ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് എന്നത് വിസ്മരിക്കാനാവില്ല. പക്ഷേ ഈ സർക്കാർ, നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ ഒരു ദിശാബോധം കാട്ടുന്നു. മുൻ സർക്കാരുകൾ അതുകൊണ്ട് ദിശാബോധം കാട്ടിയില്ല എന്ന് വിമർശിക്കാനാവില്ല. ആ സർക്കാരുകൾ ചെയ്ത നല്ല കാര്യം, കാരണം നേരത്തെ പറഞ്ഞതുപോലെ 2008 നടന്ന ഭീകരാക്രമണമാണ്. അങ്ങനെയെങ്കിൽ വേണമെങ്കിൽ വിമർശിക്കാം. 2008 മുതൽ 2014 വരെയുള്ള 6 വർഷം നരസിംഹറാവു മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റാണ്. അത് കോൺഗ്രസ് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന UPA ഗവൺമെന്റാണ്. UPA 1-ന്റെ അവസാന ഭാഗവും UPA 2-ന്റെ പൂർണ്ണ സമയവും. ആ സമയത്തൊന്നും സാധിക്കാത്തതും കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റ് സാധിക്കാത്തതും എല്ലാം ഇപ്പോൾ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ
തെളിവെടുപ്പിന്റെയും വിചാരണയുടെയും ശിക്ഷയുടെയും ഒരു റൗണ്ട് കഴിഞ്ഞു. അമേരിക്കൻ നിയമവ്യവസ്ഥിതിയുടെ ശിക്ഷാ കാലാവധി ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. ഇനിയിപ്പം ലഭിക്കാനുള്ള ബാക്കിയുള്ള കാര്യം ഭാരതത്തിന് വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. നയതന്ത്രപരമായ നല്ല സമ്മർദ്ദമുണ്ട്. കാരണം ഇതൊരു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഇന്ത്യക്കെതിരെ എന്ന് പറയാനാവില്ല. കാരണം തീവ്ര യുദ്ധത്തിൽ ട്രംപ് എടുത്ത നിലപാടും അതേസമയം സുരക്ഷാ കാര്യത്തിൽ എടുക്കുന്ന നിലപാടും ഒന്നല്ല. സുരക്ഷാ കാര്യത്തിൽ പ്രത്യേകിച്ച് ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ ഒരു ചെറിയ പങ്കെങ്കിലും ഇസ്രയേലും അമേരിക്കയും ഭാരതത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അനിഷേധ്യമായ കാര്യമാണ്. ഇന്റലിജൻസ് നെറ്റ്വർക്കുകൾ തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ട കാര്യമുണ്ട്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെയും തഹാവൂർ റാണയുടെയും വേദികൾ ചെന്ന് നിൽക്കുന്നത് ബ്രിട്ടനിലേക്കും കാനഡയിലേക്കും വികസിത ലോകത്തെ പല രാജ്യങ്ങളിലേക്കുമാണ്. അമേരിക്ക മാത്രമല്ല എന്ന് ഓർക്കണം. ഇതിനൊരു ട്രാൻസ്നാഷണൽ സ്വഭാവമുണ്ട്. ആ ഒരു കണ്ണി ആ ഒരു തീവ്രവാദത്തിന്റെ ഭീകരതയുടെ കണ്ണി അറ്റുമാറ്റുക എന്നതാണ് പ്രധാനം. അത് പാകിസ്ഥാനിലേക്ക് ആത്യന്തികമായി വന്നു ചേരുമ്പോൾ പാകിസ്ഥാന്റെ സ്റ്റേറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും തുടരുന്നതുമായ ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു ഡ്രൈവ്, അത് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ ലഭിക്കുന്ന ഒന്നാന്തരം അസുലഭ മുഹൂർത്തമാണിത്. അതുകൊണ്ടാണ് ഇനിയുള്ള നാളുകൾ തീവ്രമായ വിചാരണയുടെയും തെളിവെടുപ്പിന്റെയും ഒക്കെ കാലമാണ്. ഒരുപാട് കൂടുതൽ ആളുകൾ, ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത പല പേരുകളും ഇനി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവമായി ഇതിനെ കാണാം. ഇതുവരെ കേണൽ ജെന്നി പറഞ്ഞത് ശരിയാണ്. ഇത്രയും വലിയ ഒരു ഹൈ പ്രൊഫൈൽ ഒരു ടെററിസ്റ്റിനെ ഭാരതത്തിന് ഇതുവരെ വിട്ടുകിട്ടിയിട്ടില്ല. എന്റെ ഓർമ്മയിലും അങ്ങനെ ഒരു ടെററിസ്റ്റിനെ വിട്ടുകിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ തഹാവൂർ റാണയുടെ ആഗമനം ഇനി ഹഫീസ് സയ്യിദിലേക്കും അതുപോലെ സഖ്യൂർ റഹ്മാൻ ലഖ്വിയിലേക്കും ഒക്കെ അന്വേഷണം ചെന്ന് നിൽക്കേണ്ടതുണ്ട്. പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബയുടെ വൻ നേതാക്കൾ നിൽക്കുന്നു. ഡി കമ്പനി ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് പറയാനൊക്കില്ല, ദുർബലമായി കാണാം. പക്ഷേ ദാവൂദ് ഇബ്രാഹിം നയിക്കുന്ന ഡി കമ്പനി അതിന്റെ റൂട്ടുകൾ ദുബായിലേക്കും ഷാർജയിലേക്കും അതുപോലെ പാകിസ്ഥാനിലേക്കും എല്ലാം നീളുന്നു. ഇതൊരു ഗ്ലോബൽ നെറ്റ്വർക്കാണ്. അത് ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ഭാവിയിൽ ആരെങ്കിലും അറ്റംപ്റ്റ് ചെയ്താൽ അവര് 2 വട്ടം ആലോചിക്കും, അല്ലെങ്കിൽ 4 വട്ടം ആലോചിക്കും. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം ആഗോള തലത്തിൽ പറയുമ്പോൾ സ്ട്രാറ്റജിക് മൂവ് ആണ്. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞില്ലെങ്കിലും അതൊരു തന്ത്രപരമായ സ്ട്രാറ്റജിക്കായ ഒന്നാന്തരം മൂവ് തന്നെയാണ്. അതിന്റെ ക്രെഡിറ്റ് ഗവൺമെന്റിന് കൊടുത്തേ മതിയാവും. അതെ അതെ. ശ്രീ ടി കെ രാജ്മോഹൻ, ഇവിടെ തഹാവൂർ റാണ ഭാരതത്തിലെത്തുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളിലായിരിക്കുമല്ലോ ദേശീയ അന്വേഷണ ഏജൻസികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 1, തഹാവൂർ റാണയും ലഷ്കർ ഇ തോയ്ബയുമായുള്ള ബന്ധം. 2, പാകിസ്ഥാന് മുംബൈ ഭീകരാക്രമണവുമായിട്ടുള്ള ബന്ധം. അതോടൊപ്പം തന്നെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നുള്ളത്. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നാകണമല്ലോ അവരുടെ അന്വേഷണത്തിൻ്റെ മറ്റ് അടിസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയുള്ളൂ. അത്തരം കാര്യങ്ങൾ ഇനിയിപ്പോൾ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ NIA കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ബാക്കി തുടർ നടപടികളിലേക്ക് കടക്കും. പക്ഷേ ഇവിടെ അപ്പീലിനുള്ള ചില സാധ്യതകളുണ്ട് എന്നുള്ളത് നിയമവൃത്തങ്ങൾ പറയുന്നുണ്ട്. അത് നിയമപരമായി നൽകുന്ന മനുഷ്യാവകാശങ്ങളാണ്, അത് ലംഘിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു അപ്പീലിലേക്ക് തഹാവൂർ റാണ മുതിരുകയാണെങ്കിൽ, ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ഒക്കെ പോവുകയാണെങ്കിൽ, ഒരുപക്ഷെ നേരത്തെ നമ്മൾ US കോടതിയിലൊക്കെ കണ്ടതുപോലെ 2013 തുടങ്ങുന്ന നിയമപരമായ നടപടികൾ ഇത്രയധികം നീളുന്നത് പോലെ ഭാരതത്തിലും ഈ നിയമ നടപടികളും വിചാരണയും ഒക്കെ നീളാനുള്ള സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ജൂറിസ്പ്രുഡൻസ്, ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് അങ്ങനെയാണ്. നമ്മളെ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് പ്രകാരമാണ് നമ്മുടെ ഈ കസബിനെ എത്രയോ കാലം നമ്മൾ പോറ്റി വളർത്തിയിട്ടാണ് ലാസ്റ്റിൽ ഹാങ് ചെയ്തത്. അപ്പം നമ്മുടെ ക്രിമിനൽ സിസ്റ്റം അതാണ്. ആ സിസ്റ്റം ഫോളോസ്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് എവിഡൻസുകളും വല്ല ലൂപ്പ് ഹോൾസും അല്ല ലൂസ് ഹെൻഡ്സും വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് എങ്ങനെ ക്ലാരിഫൈ ചെയ്ത് കണ്ടുപിടിച്ച് അത് കൂടുതൽ വിവിധ തലങ്ങളിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഈ പ്രതി എന്ന് പറയുന്ന അയാൾ നിയമപരമായ അയാളുടെ എല്ലാ സൗകര്യങ്ങളും നോക്കുമായിരിക്കും ഡെഫിനറ്റ്ലി. കാരണം അതിൻ്റെ ബാക്കപ്പ് ഉണ്ടാവും, നോക്കും. പക്ഷെ അതേസമയം തന്നെ ഈ പ്രതിയായി ബന്ധപ്പെട്ട് വല്ല ലൂസ് എൻഡ്സ് വല്ലതും ഉണ്ടെങ്കിൽ, സപ്പോസ് വല്ല സ്ലീപ്പർ സെൽസും ഇന്ത്യയിൽ സ്റ്റിൽ സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വേറെ വല്ല ടാസ്ക് ഫൈനാൻസ് ആയിട്ട് വല്ല കാര്യങ്ങളും വല്ല ഫൈനാൻഷ്യൽ അതിൻ്റെ വല്ല ആക്ടിവിറ്റീസും
ഫൈനാൻസിന് വല്ല സോഴ്സോ, ടെറർ ഫണ്ടിങ് എവിടെയാണ് നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഡ്യൂ പ്രോസസ് ലോ നടക്കട്ടെ, അതൊരു പ്രശ്നമല്ല. കാരണം നമ്മുടെ അന്വേഷണ ഏജൻസി വളരെ എഫിഷ്യൻ്റാണ്, വളരെ വളരെ എജൈലാണ്. അവർ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് തന്നെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അന്വേഷണം പൂർത്തിയാക്കാൻ പറ്റും. കാരണം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ആക്ട് പറയുന്ന ഒരുപാട് പവേഴ്സ് ഈ NIA കൊടുത്തിട്ടുണ്ട്. അതായത് സാധാരണ ക്രിമിനൽ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ ക്രിമിനൽ ലോ പ്രാക്ടീസ് മാതിരിയല്ല, NIA ആക്ടിൽ ഒരുപാട് പവേഴ്സ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. വെൻ യു ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് UAPA കേസ്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഈ അന്വേഷണ ഏജൻസിക്ക് ഒരുപാട് ബാക്കപ്പും ഒരുപാട് ലീഗലായിട്ടുള്ള ബാക്കപ്പ് ഉണ്ട്. അത് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ഡ്യൂ പ്രോസസ് ഓഫ് ലോ വരുമ്പോൾ നമുക്കതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അത് യാതൊരു വിഷമവും ഉണ്ടാവില്ല. നമ്മൾ ഈ ഏജൻസി NIA എന്ന് പറഞ്ഞ ഏജൻസി സ്പെഷ്യലൈസ്ഡ് ഫോർ ടെററിസ്റ്റ് ആക്ടിവിറ്റീസും അതുമായി ബന്ധപ്പെട്ട ടെറർ ഫണ്ടിങ്ങും, ആ ടെറർ ഫണ്ടിങ്ങിന് ആരൊക്കെയാണ് അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, എവിടെയാണ് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ വേൾഡിൻ്റെ ഏത് ഭാഗത്താണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആണോ, ദുബായ് ആണോ, അല്ലെങ്കിൽ അബുദാബി ആണോ, അതല്ല വേറെ വല്ല കൺട്രി ആണോ, എവിടെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അത്ര എജൈലാണ് നമ്മുടെ ഏജൻസി. അപ്പോൾ തീർച്ചയായിട്ടും ഈ തഹാവൂർ റാണ ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ ലീഗൽ പ്രോസസ്സ് കൂടി മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അത് നമുക്കൊരു ഡ്രോബാക്ക് ആവാൻ സാധ്യതയില്ല. കാരണം അത്രത്തോളം എഫിഷ്യൻ്റാണ് നമ്മൾ ഓർഗനൈസേഷൻ. അതുപോലെ ലീഗൽ ബാക്കപ്പ്, അപ്പോൾ എഫിഷ്യൻസിയും ലീഗൽ ബാക്കപ്പും നമുക്ക് നമ്മുടെ ഏജൻസിക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് കിട്ടും. ആ അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. ആ അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള ടെററിസ്റ്റുകളെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യണം. കാരണം നമ്മുടെ രാജ്യം ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അതിജീവിച്ച നാടാണ്. നമ്മളിതിൽ രാഷ്ട്രീയമില്ല. കാരണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി അതിനെ ബാധിക്കുന്ന, അതായത് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന സംഭവം ഉണ്ടാകുമ്പോൾ നമുക്കതിൽ രാഷ്ട്രീയമില്ല, ആരുമില്ല. നമുക്കതിൽ നമ്മളെ ലീഡേഴ്സ് എല്ലാവരും ഉയർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ലീഡർഷിപ്പ് എല്ലാ കാലങ്ങളിലും നമുക്ക് പ്രൈം മിനിസ്റ്റർമാരുണ്ടായിട്ടുണ്ട്. എല്ലാ പ്രൈം മിനിസ്റ്റർമാരും എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദരണീയമായ പ്രൈം മിനിസ്റ്റർ മോദിജി അത് കുറെ കൂടി എഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ലോകം മുന്നോട്ട് പോകുന്തോറും എഫിഷ്യൻസി കൂടിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മളെ നാടിൻ്റെ ത്രെട്ട്, നമ്മുടെ ദേശത്തിനുള്ള ത്രെട്ട്, അത് നമുക്ക് നമ്മളെ തന്നെ ജീവനോടുള്ള ത്രെട്ടാണ്. കാരണം നമുക്കിവിടെ സർവ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ രാജ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ, പൊളിറ്റിക്സ് ഉണ്ടാവണമെങ്കിൽ, മന്ത്രിമാരുണ്ടാവണമെങ്കിൽ നമ്മുടെ രാജ്യം വേണം. ചിത്രം വരണമെങ്കിൽ ചുമര് വേണം. അതില്ലാതെ നമ്മളങ്ങനെ മുന്നോട്ട് പോകും. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പൊളിറ്റിക്സിൽ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ആരാണ് ഭരിക്കുന്നത് ആ ഭരണാധികാരിയെ പ്രകീർത്തിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അന്വേഷണ ഏജൻസിക്ക് NIAക്ക് ഒരു പൊളിറ്റിക്സ് ഇല്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഓർഗനൈസേഷനാണ്. 2008 കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്താണ് NIA ഫോം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അത് കോൺഗ്രസിന്റെ ബേബി ഒന്നുമില്ല. അത് കൺട്രിയുടെ, നമ്മുടെ രാജ്യത്തിന്റെ ബേബിയാണ്. അത് എഫിഷ്യൻ്റായി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ദേശം മുന്നോട്ട് പോകുള്ളൂ. നമ്മളെ ദേശം മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇന്ത്യക്കാരെന്നല്ല നമുക്കൊരു അഭിമാനത്തോടെ പറയാൻ പറ്റും. ഐ ആം ഫ്രം ഇന്ത്യ എന്ന് പറയേണ്ട ധൈര്യവും ഒരു എല്ലാ കാര്യവും ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ദേശം വേണം. അതിന് നമ്മുടെ NIA ഓർഗനൈസേഷൻ വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ദേശത്തെ കുറിച്ചിട്ട് പുകഴ്ത്തി പാടി നടക്കാൻ പറ്റുള്ളൂ. നമ്മുടെ രാജ്യം, നമ്മുടെ ദേശം, ഇന്ത്യ മഹാരാജ്യം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇത്ര ആത്മാഭിമാനത്തോട് പറയാൻ പറ്റുള്ളൂ. അതിന് ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യം, നമ്മൾ ആ ഗവൺമെന്റ് ആരാണ് ലീഡ് ചെയ്യുന്നത്, ആ ലീഡറെ നമ്മൾ നമിക്കുന്നത്, ആ ലീഡറെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പൊളിറ്റിക്സ് ദയവേത് കൊണ്ടുവരുത് എന്ന് വീണ്ടും എനിക്ക് പറയാൻ കാരണമുണ്ട്. കാരണം NIA ഓർഗനൈസേഷൻ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ നോക്കുന്നതാണ്. നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടെററിസ്റ്റുകൾ പല നാട്ടുകളിലും ക്യാമ്പടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ സിറ്റുവേഷൻ മോശമാണ്, പാകിസ്ഥാനിലെ സിറ്റുവേഷൻ പണ്ടേ മോശമാണ്. അതുപോലെ തന്നെ നമ്മുടെ മാലിദ്വീപിലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പല സ്ഥലത്തും പല പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇനിയും അറ്റാക്ക് വരും. കാരണം നമ്മൾ വളർന്നു വരുന്ന ഒരു ജനസമൂഹമാണ്. നമ്മുടെ രാജ്യം ഉന്നതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഉന്നതി, നമ്മുടെ ഇത് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പല ആൾക്കാരുണ്ടാവും. പക്ഷെ അത്തരത്തിലുള്ള അറ്റാക്ക് വരുമ്പോൾ നമ്മുടെ ഏജൻസികളും നമ്മുടെ സൈന്യവും നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളും എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ദേശത്തിന്റെ, നമ്മുടെ നാടിന്റെ, നമ്മളതിന്റെ വില അത് നമുക്ക് എല്ലാവർക്കും കൊണ്ടുനടക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ എസ് ഡെന്നി, നമ്മൾ പറഞ്ഞതുപോലെ തഹാവൂർ റാണയെ ഭാരതത്തിലെത്തിക്കുക എന്നുള്ളത് അഭിമാനകരമായ നേട്ടം, ഏറെ ശ്രമകരമായ ദൗത്യവും തന്നെയായിരുന്നു. അതോടൊപ്പം
ആഗോളതലത്തിൽ അല്ലെങ്കിൽ ആഗോള ലോകങ്ങളിൽ നിന്നുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു പിന്തുണ ഇക്കാര്യത്തിൽ ഭാരതത്തിന് എത്രത്തോളം തുണയായി എന്നും കരുതേണ്ടിയിരിക്കുന്നു? കാരണം US, ഫ്രാൻസ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വളരെ ശക്തമായ ബന്ധം, സുരക്ഷാ സംവിധാനങ്ങളിലടക്കം ഉള്ള ആ ബന്ധം നിലനിർത്തുന്നത്, ഇതൊക്കെ ആഗോളതലത്തിൽ കൂടി തുണയായി എന്ന് കരുതേണ്ടതല്ലേ? ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്ന മുമ്പ് എന്റെ പ്രിയ സുഹൃത്തായ ശ്രീ സേനാപതി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞ അതിന്റെ ജസ്റ്റ് ഒരു കുറച്ചൊരു എക്സ്പ്ലനേഷൻ അദ്ദേഹം പറഞ്ഞ ധാരണക്കാര്യമായിട്ട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ ഒരു മറ്റൊരു അഭിപ്രായം അല്ലെങ്കിൽ മറ്റൊരു കാഴ്ചപ്പാട് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അദ്ദേഹം സർജിക്കൽ സ്ട്രൈക്സിനെ കുറിച്ച് പറഞ്ഞു. വളരെ ശരിയാണ്. ഇന്ത്യൻ ആർമിയിൽ മുമ്പും സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടുണ്ട്. നരേന്ദ്രമോദിജി വന്നു കഴിഞ്ഞിട്ടും സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഓണർഷിപ്പാണ്. അതായത് ഈ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അതായത് നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആർമി തന്നെ ചെയ്യുകയാണെങ്കിൽ അത് ആർമിയുടെ ലെവലിൽ തന്നെ വിടാം. പക്ഷെ അത് ഞങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് പൊളിറ്റിക്കൽ ഓണർഷിപ്പ് എടുക്കുകയാണ്. ഈ പൊളിറ്റിക്കൽ ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എടുക്കുന്നതിന്റെ ഒരു കുഴപ്പം അല്ലെങ്കിൽ അതിന്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ അഥവാ സക്സസ്ഫുൾ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് വരും. കാരണം നമുക്കറിയാം പുൽവാമ അറ്റാക്ക് നടന്ന സമയത്ത് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്ത ബാലക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് 10-12 എയർക്രാഫ്റ്റ് ആണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. ഈ എയർക്രാഫ്റ്റിൽ നിന്ന് ഒരെണ്ണം ക്രാഷ് ആവുകയും വിംഗ് കമാൻഡർ അഭിനന്ദൻ അവിടെ ക്യാപ്ചർ ആവുകയും ചെയ്യും. അതിന്റെ ഫുൾ ഓണർഷിപ്പ് അന്ന് വന്നത് ആ പൊളിറ്റിക്കൽ ഓണർഷിപ്പ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ മോദി അവരുടെ റെസ്പോൺസിബിലിറ്റി അവിടെയാണ് വരുന്നത്. അവിടാണ് നേരത്തെ ഉള്ളത്. പണ്ട് നമ്മളൊക്കെ പല സർജിക്കൽ സ്ട്രൈക്സിലൊക്കെ നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്ന ധാരാളം കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ഓണർഷിപ്പ് ഒരിക്കലും പൊളിറ്റിക്കൽ ക്ലാസ്സിൽ പോയിട്ടില്ല. അതെല്ലാം എന്റെ കമാൻഡിംഗ് ഓഫീസറോ അല്ലെങ്കിൽ എന്റെ ഡിവിഷൻ കമാൻഡർ ലെവലിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. അത് ആരും അറിയാത്ത പോലുമില്ല. വീട്ടുകാർ പോലും ചിലപ്പം അറിയത്തില്ല നമ്മളിങ്ങനെ ഓപ്പറേഷനിൽ പോകുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പം ഇതാണ് വ്യത്യാസം. അപ്പൊ ഈ സർജിക്കൽ സ്ട്രൈക്ക് മുമ്പ് നടന്നിട്ടുണ്ട്, സർജിക്കൽ സ്ട്രൈക്ക് പിന്നെ നടന്നിട്ടുണ്ട്. പക്ഷെ സർജിക്കൽ സ്ട്രൈക്കിന്റെ ഓണർഷിപ്പ് പൊളിറ്റിക്കൽ ഓണർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വലിയൊരു പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ട്. അതാണ് വ്യത്യാസം. രണ്ടാമതായിട്ടുള്ളത് മൈൻഡ് സെറ്റിന്റെ ആണ്. ഇപ്പൊ മൈൻഡ് സെറ്റിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എങ്ങനെയാണ് ചിന്താ ഈ രീതിയിൽ നിന്നല്ല. അവിടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു എക്സ്ട്രഡിഷൻസിലും ആ മൈൻഡ് സെറ്റിന്റെ ആണ് കാണിക്കുന്നത്. എന്താണ് മൈൻഡ് സെറ്റ് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഈ 2008 ഈ മുംബൈ അറ്റാക്ക് നടന്ന കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നടന്ന സംഭവം പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്തില്ല. അതിന് അന്നത്തെ NSA പറഞ്ഞത് ഞങ്ങൾ ഇരുന്നു, ഞങ്ങൾ ചർച്ച ചെയ്തു, എന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചു നമ്മളൊന്നും ചെയ്യേണ്ട കാരണം നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്താൽ അത് നമ്മൾ എന്തെങ്കിലും അത് വലിയ ദോഷം വരും, അല്ലെങ്കിൽ നമുക്ക് വലുതായിട്ട് നമുക്കൊരു നഷ്ടം വരും. ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് നഷ്ടം വരാതെ ഇരിക്കുന്നതെന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഡിസ്കഷനാണ് നടന്നത്. ഇത് കഴിഞ്ഞ വർഷം എനിക്കൊന്ന് ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ പോലും ഇതേ കാര്യം കോട്ട് ചെയ്തിരുന്നു. ഇത് അന്നത്തെ NSA ഏതോ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇനി കോൺഗ്രസിൽ തന്നെ ഒരു നേതാവ് മനീഷ് തിവാരി അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 10 ഫ്ലാഷ് പോയിന്റ്സ് 20 years എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് അതായത് ഇൻസിഡൻസിനെ കുറിച്ചുള്ള ഒരു ബുക്കാണ്. ആ ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ അഭിപ്രായമാണിത്, അതായത് 2008 ഈ ഒരു മുംബൈ അറ്റാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട രീതിയിലുള്ള ശക്തമായ മറുപടി കൊടുത്തില്ല എന്ന് മനീഷ് തിവാരി വളരെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. പക്ഷെ ആ പുസ്തകത്തിൽ അദ്ദേഹം 2021 ഡിസംബറിലാണ് അത് പബ്ലിഷ് ചെയ്ത ആ ബുക്കിലും അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ പറയുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ചെയ്ത് കാണിക്കുമ്പോഴാണ് ലോകം നമ്മളെ അംഗീകരിക്കും, നമുക്ക് റെസ്പെക്ട് കിട്ടുന്നത്. ഇത്രയും വലിയൊരു അറ്റാക്ക് നടന്നിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ല, നമ്മൾ പറയുക മാത്രമായിരുന്നു ചെയ്ത് എന്നുള്ളത് മനീഷ് തിവാരിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു ഡിഫെൻസീവ് മൈൻഡ് സെറ്റിനാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ NSA ശ്രീ അജിത് ഡോവൽ അദ്ദേഹം NSA ആവുന്നതിന് മുൻപ് തന്നെ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരു സെമിനാറിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, യു ഡു വൺ മുംബൈ, ബലൂചിസ്ഥാൻ ഇസ് ഗോൺ ഫോർ എവർ എന്നുള്ളൊരു ഒരു മെസ്സേജ് ആയിരുന്നു അന്ന് പാകിസ്ഥാനിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു. അതായത് ഒഫൻസീവ് ഡിഫൻസിന്റെ കോൺസെപ്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങൾ ഒരു മുംബൈനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബലൂചിസ്ഥാൻ എന്നേക്കുമായി ഇല്ലാതാക്കും എന്നുള്ളൊരു മെസ്സേജ് പാകിസ്ഥാന് കിട്ടണം. അതാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ഒഫൻസീവ് ഡിഫൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഈ ഒഫൻസീവ് ഡിഫൻസിന്റെ കോൺസെപ്റ്റ് ആയിട്ട് തന്നെയാണ് പുൽവാമ അറ്റാക്ക് കഴിഞ്ഞപ്പോൾ ബാലക്കോട്ടിൽ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഉരി അറ്റാക്ക് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തത്. അപ്പൊ ഇതേ മൈൻഡ് സെറ്റ് കൊണ്ടാണ് ഇന്ന് ഈ തവൂർ റാണെ നമ്മൾ അവിടുന്ന് എക്സ്ട്രഡിഷൻ ചെയ്യാൻ സാധിക്കുന്നത്. നേരത്തെ ഡോക്ടർ മോഹൻ സർ പറഞ്ഞ പോലെ ഇത് രണ്ട് രാജ്യങ്ങളിലും പൊളിറ്റിക്കൽ ഇച്ഛാശക്തി ഉണ്ടായിട്ട് മാത്രമാണ്.
ട്രംപ് എന്നുള്ള പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ പ്രൈം മിനിസ്റ്റർ മോദിക്കും അതേ രീതിയിൽ അതായത് ഇത് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഇച്ഛാശക്തി ഉണ്ടായെങ്കിൽ മാത്രമാണ് ആ ഒഫൻസീവ് മൈൻഡാണ്. നമുക്ക് പറയാം, ഓക്കെ, ഇത് ഇത്രയും വർഷമായില്ലേ, അതിന്റെ ഈ ലീഗൽ ആയിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാം. പക്ഷെ അതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ച് അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് പറഞ്ഞാൽ അതാണ് ആ ഒഫൻസീവ് മൈൻഡ് സെറ്റിന്റെ ഞാൻ ആ ഒരു ചേഞ്ച് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇനി അങ്ങയുടെ ചോദ്യത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കത്തില്ല. ഇപ്പൊ ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ ഏതൊരു ഭീകരവാദി ഒരു രാജ്യം മാത്രമല്ല ആ ഭീകരവാദിയെ കുറിച്ച് നിരീക്ഷിക്കുന്നതും ആ ഓർഗനൈസേഷനെ കുറിച്ച് നിരീക്ഷിക്കുന്നതും അല്ലെങ്കിൽ ഇന്റലിജൻസ് ഷെയർ ചെയ്യുന്നത് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ചാണ് ഇപ്പം അന്താരാഷ്ട്ര ഭീകരവാദത്തിനെ കുറിച്ച് ഈ ഒരു കാര്യങ്ങളിൽ ഇടപെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലും തീർച്ചയായിട്ടും ഭാരതത്തെ സംബന്ധിച്ചോളം ഇസ്രായേലിലായാലും ശരി, ഫ്രാൻസ് ആയാലും ശരി, ഓസ്ട്രേലിയ ആയാലും ശരി, മറ്റു രാജ്യങ്ങളായാലും ശരി, അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ട്. കാരണം ഇന്ന് ലോകത്ത് ഒരു രാജ്യം പോലും, ഇൻക്ലൂഡിങ് സൗദി അറേബ്യ, UAE പോലത്തെ രാജ്യങ്ങളിൽ പോലും ഭീകരവാദത്തിന് അല്ലെങ്കിൽ ഇതുപോലത്തെ ചിന്താ രീതിക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ടും അവർ കൊടുക്കുന്നില്ല. കാരണം അവർ അനുഭവിച്ചിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഈ ചിന്താ രീതികൾ, ഇങ്ങനത്തെ ഉള്ള ഈ പ്രവൃത്തികൾ അവരുടെ രാജ്യത്തും വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ടെറർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ടെറർ റിലേറ്റഡ് ഇഷ്യൂസിൽ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് വരും. അതുകൊണ്ടാണ് ഇന്ന് പാകിസ്ഥാനിന് FATF അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നുള്ള ആ ഓർഗനൈസേഷൻ ഇത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയും പാകിസ്ഥാന് അതായത് ഒരു കാരണവശാലും അവർക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കാത്ത രീതിയിലേക്ക് അവർക്ക് ഈ ടെറർ റിലേറ്റഡ് അവർക്ക് കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമമെങ്കിലും നടക്കാൻ സാധിക്കും. പക്ഷെ ഇപ്പൊ അവരുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. അവർ വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അത്രമാത്രം അവരിന്ന് കൈവിട്ട് പോയിട്ടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളിൽ ഭാരതത്തിൽ നിന്ന് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഈ ഭീകരവാദത്തിനായിട്ടുള്ള എല്ലാ വിഷയത്തിലും ഭാരതത്തിന് കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ട്. അതിന്റെ രണ്ട് കാരണമാണ്. ഒന്ന്, ഭാരതം ഈ ഭീകരവാദത്തിന്റെ വലിയൊരു വിക്ടിമാണ്. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ഭീകരവാദത്തിന് നമുക്ക് വലിയ വില കൊടുത്തിട്ടുണ്ട്. അത് ലോകം കണ്ടിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഇന്ന് ഭാരതം ഒരു ശക്തിശാലിയായിട്ടുള്ള രാജ്യമാണ്. ഭാരതം പറയുന്നതിന് വാക്കിനും ഭാരതം പറയുന്ന പ്രവൃത്തിക്കും ഒരു വിലയുണ്ട്. ആ വില പ്രൈം മിനിസ്റ്റർ മോദി പല രീതിയിലും പല സ്ഥലങ്ങളിൽ വെച്ച് അത് പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്, ലോക രാജ്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാ രാജ്യങ്ങളിൽ നിന്നും ഒരു സപ്പോർട്ടും ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. അതെ, ശ്രീ സേനാപതി വേണു, അത് തന്നെയല്ലേ? അതായത് 2008 മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ അന്നത്തെ UPA ഗവൺമെന്റിന് നേരിട്ട വിമർശനങ്ങൾ എന്ന് പറയുന്നത് ആ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് സാധ്യമല്ലാത്ത, അതായത് ഉതകുന്ന ഒരു കാലതാമസം വലിയ രീതിയിൽ നേരിട്ടു എന്നുള്ളത്. രണ്ട്, അതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി കാണുകയല്ലാതെ ഒരു ദേശീയ വിഷയമായി കാണുന്നതിൽ നിന്നും കോൺഗ്രസ് സർക്കാർ പിന്നോട്ടായി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവിടെയൊക്കെയാണ് മോദി സർക്കാരിൻ്റെ വ്യത്യാസം വരുന്നത്. കാരണം എപ്പോഴും അവർ ഭീകരാക്രമണങ്ങൾക്ക് ഒരൊറ്റ നയവും നിലപാടുമാണ് സ്വീകരിക്കുന്നത്. അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈ രണ്ട് വ്യത്യാസങ്ങൾ മുൻനിർത്തി നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഇച്ഛാശക്തി എടുത്തു പറയേണ്ടത് തന്നെയല്ലേ? കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സർജിക്കൽ സ്ട്രൈക്കുകൾ ഉണ്ടാവുമെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി, അതോടൊപ്പം തന്നെ ശക്തമായി എവിടെയും നിലപാട് അറിയിക്കുന്നത്, ഭീകരവാദത്തിനെതിരെ ഏത് ഇൻ്റർനാഷണൽ രംഗത്ത് പോയാലും അതാണ്, ആഗോളതലത്തിലുള്ള എല്ലാ മീറ്റിങ്ങുകളിലും തങ്ങളുടെ നിലപാട് ഇതാണ് എന്നുള്ളത് സധൈര്യം വിളിച്ചു പറയുന്ന ഒരു നയം. അതിൻ്റെ ഫലമായിട്ടാണ് മസൂദ് അസറിനെ പോലെയുള്ള ഒരു ടെററിസ്റ്റിനെ ഗ്ലോബൽ ടെററിസ്റ്റായി പ്രഖ്യാപിക്കാൻ UN കൊണ്ട് പ്രേരിപ്പിച്ചതും അന്ന് ചൈന അത് വലിയ രീതിയിൽ ഇടപെടൽ നടത്തിയെങ്കിൽ പോലും അതിലേക്ക് എത്തിയതും. അതുമാത്രമല്ല, നമുക്കറിയാം പാകിസ്ഥാൻ FATF, അതായത് ആഗോള ഭീകരവാദത്തിനുള്ള ഫണ്ടിങ്ങിനെ ഗ്രേ ലിസ്റ്റിൽ കൊണ്ടുവരാനും സാധിച്ചു എന്നുള്ളത്. ഇതൊക്കെ ഭാരതത്തിൻ്റെ ഒരു നയതന്ത്ര വിജയത്തിലുപരി ശക്തമായ ഭാഷയിൽ ലോകത്തോട് വിളിച്ചു പറയുന്നു. അത് ലോകം കേൾക്കുന്നു. അതുതന്നെയല്ലേ നമ്മൾക്ക് എടുത്തു പറയേണ്ടത്? രോഹിണി, ഈ 26-ാം തീയതിയിലെ ആക്രമണം 27, 28, 29 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബർ 30-ാം തീയതി അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ രാജ്യത്തോടുള്ള പ്രഭാഷണം ഉണ്ടായിരുന്നു. ഇപ്പോ നരേന്ദ്രമോദിയെ പോലെ അങ്ങനെ ആളുകളെ ഇളക്കി മറിക്കുന്ന പ്രഭാഷകനൊന്നും ആയിരുന്നില്ല ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് മോഹൻ വർഗീസ് സാറിനൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാകും. അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യം, ഈ രാജ്യത്തെ തകർക്കാൻ പുറത്തുനിന്നുള്ള ഏത് ശക്തികളുടെ ശ്രമമാണെങ്കിലും ഞങ്ങൾ അതിനെ അതിശക്തമായി നേരിടും. അതിന്റെ വിവരങ്ങൾ ശത്രുക്കൾക്ക് അത് വഴിയാലെ മനസ്സിലാകും എന്ന ഒരു മുന്നറിയിപ്പ്. ഒരുപക്ഷെ 1965 യുദ്ധത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഒരു വാക്കുണ്ട്. ഡിനി സാറൊക്കെ ഞങ്ങൾ ഈ ആർമി ബുക്കുകൾ പഠിക്കുമ്പോൾ
ഹത്യാർ കാ ജവാബ് ഹത്യാർ ദേഗ, ആയുധത്തിന്റെ മറുപടി ആയുധം കൊടുക്കുമെന്നാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അന്ന് പറഞ്ഞത്. എന്നതുപോലെ ഈ രാജ്യത്തിന് ആവേശം പകർന്നുകൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയ ആ പ്രസംഗം, ചിലപ്പം നമ്മൾ ഈ പിറ്റേ ദിവസം നമ്മുടെ 2 വാർഷിപ്പ് അപ്പുറത്ത് വിട്ട് കറാച്ചി ആക്രമിച്ചില്ല, അല്ലെങ്കിൽ ഇസ്ലാമാബാദിൽ ബോംബാർഡ്മെന്റ് നടത്തിയില്ല. പക്ഷെ നയതന്ത്രപരമായി ഒരുപാട് കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ചെയ്യുവാൻ, പ്രത്യേകിച്ച് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലൊരാള് വിഭജനത്തിന്റെ ദുരന്തവും ഭീകരവാദത്തിന്റെ ഒക്കെ എല്ലാം നേരിട്ട് കണ്ട ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം അന്നെടുത്ത ഒരു നയതന്ത്ര സമീപനം അത് ലോകം മുഴുവൻ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു കാര്യം ആണ് എന്നുള്ളത്. നമുക്കിപ്പം യു ക്യാൻ ഗോ ഫോർ എ വാർ, നമുക്ക് യുദ്ധത്തിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടാം. അതാണല്ലോ ഇവിടെ നമ്മളെല്ലാവരും ചർച്ച ചെയ്ത ഒരു കാര്യമാണല്ലോ. വ്ളാഡിമിർ പുടിൻ 10 ദിവസം കൊണ്ട് ഉക്രൈനെ അടിച്ച് തകർക്കും. അന്ന് സൈന്യത്തിൽ നിന്നുള്ള ആളുകൾ, ഞങ്ങളെപ്പോലുള്ള ആളുകൾ, നമ്മൾ എല്ലാവരും ചർച്ച ചെയ്ത് ഏറിയാൽ ആ യുദ്ധം 10 ദിവസം നിൽക്കുമെന്നുള്ള. യുദ്ധം എത്ര ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്? ഇപ്പോ പുതിന് തിരിച്ചു പോരാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക്. അപ്പൊ പല ഘട്ടത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നയതന്ത്രത അതൊരു വലിയ ഘടകമാണ്. രോഹിണി, ചാടി കയറി നമുക്ക് ബോംബിടാനും അല്ലെങ്കിൽ 2 ഫൈറ്റർ അങ്ങോട്ട് വിടാനും, ഇവിടെ മുമ്പ് പറഞ്ഞ പോലെ അഭിനന്ദൻ വർദ്ധമാൻ, അത് പ്രത്യേകിച്ച് ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ഇവിടെ നമുക്ക് അന്ന് 10 ഭീകരരിൽ 10 പേരെയും കൊന്നു, 9 പേരെയും കൊന്നു, 10ാമനെ നമുക്ക് പിടികിട്ടി. അതിന്റെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കാനായിട്ടുള്ള എല്ലാ എന്താ പറഞ്ഞ ആ ലീഗൽ പ്രോസസ്സും ഡെമോക്രാറ്റിക് പ്രോസസ്, ജനാധിപത്യപരമായ പ്രക്രിയകളെല്ലാം ഉണ്ടായിരുന്നപ്പോ ഞാൻ മനീഷ് തിവാരിയുടെ അഭിപ്രായം ഞാനത് കേട്ടിട്ടുള്ള, എന്റെയും മനസ്സിൽ അങ്ങനെ ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുള്ള. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ ഒരാള്, അദ്ദേഹത്തെ പോലെ ഇത്രയും കാഴ്ചപ്പാടുകളുള്ള ഒരാള്, അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അതൊരിക്കലും തെറ്റായ ഒരു തീരുമാനം ആയിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എന്ത് എന്നുള്ളത് കാലം തെളിയിക്കട്ടെ എന്നാണ് ആ കാര്യത്തെക്കുറിച്ചുള്ള എന്റെ ഒരു അഭിപ്രായം. പിന്നെ മറ്റൊന്ന്, ഇത് രാജ്യത്തിന് നൽകുന്ന ഒരു ഊർജ്ജമില്ലേ? അതായത് പാകിസ്ഥാനെതിരെ ഒരു നടപടി എടുക്കാൻ സാധിക്കാതെ അവിടെ ഇങ്ങനെ സംയമനം പാലിച്ചു നിന്നാൽ മതി എന്ന് പറയുമ്പോൾ രാജ്യത്തെ നശിപ്പിക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗം അതിന്റെ വിഷ്വല് എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ ഇത്രയും ശക്തമായ ഒരു രീതിയിൽ ഈ രാജ്യത്തിന് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണം ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് നേരെയുള്ളതാണ്, അതിനെ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് മാത്രമല്ല അതിൽ പങ്കാളികളായ ആളുകളുടെ അവസാനത്തെ ആളെ വരെയും കണ്ടെത്തി അത് ശിക്ഷിക്കുമെന്നുള്ള അതിശക്തമായൊരു സന്ദേശം, മുന്നറിയിപ്പ് അദ്ദേഹം കൊടുത്തു എന്നുള്ളത് അത് ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. അതിനെ മുൻകൈ എടുത്തതും തുടർ നടപടികൾ നീക്കിയതും ഒക്കെ NDA സർക്കാർ ആയിരുന്നില്ലേ എന്നുള്ളതാണ്. കാരണം ഈ 10 ഭീകരരിൽ 9 പേർ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നു. 10ാമത്തെ അജ്മൽ കസബിനെയാണ് നമ്മൾ തൂക്കിലേറ്റുന്നത്. ഇവരൊക്കെ വെറും കാലാൾ പടയാളികൾ മാത്രമാണ്. ഇതിന്റെ ബുദ്ധി കേന്ദ്രത്തിലേക്ക് എത്താനും നിരന്തരം പരിശ്രമിച്ച് തിരികെ ഭാരതത്തിലേക്ക് എത്താനും സാധിച്ചത് തന്നെ ഒരു വിജയമല്ലേ? അവിടെ NDA സർക്കാർ ഇതൊരു പൊൻതൂവൽ തന്നെയല്ലേ അവിടെ? അല്ല, നമുക്ക് രോഹിണി ഉത്തര കൊറിയയിലെ പോലെ ഒരാളെ പിടിച്ചു കഴിഞ്ഞാല് ഫയറിംഗ് റേഞ്ചിൽ ഇരുന്ന് ഉറങ്ങിയവനെ വെടിവെച്ച് കൊല്ലാനായിട്ട് കിങ് ജോങ് ഉൻ ഉത്തരവ് കൊടുക്കുന്ന പോലെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ അജ്മൽ കസബിനെ പിടിച്ച് അയാൾക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് അഭിഭാഷകർ ഹാജരാകാൻ ഇല്ലാതിരുന്നിട്ട് അത് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് അയാൾക്കൊരു അഭിഭാഷകനെ കൊടുത്ത് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് ഇതിനകത്തുള്ള എല്ലാത്തിലും, കാരണം നമ്മൾ ജനാധിപത്യ രാജ്യമല്ലേ, നമുക്ക് അങ്ങനെ ഒരു നടപടിയല്ലേ സ്വീകരിക്കാൻ പറ്റൂ. ഇപ്പം 2008 നടന്ന ഈ ആക്രമണത്തെ കുറിച്ച് വളരെ തീവ്രമായ അന്വേഷണം, ഇപ്പൊ രാജ്മോഹൻ സാർ ഇവിടെ ഇരിപ്പുണ്ട്, എത്രയോ കാലങ്ങൾ കഴിഞ്ഞാണ് ഇതിന്റെ അകത്ത് യഥാർത്ഥ പ്രതികളും ഇവരൊക്കെ കറാച്ചിയിലും ഇസ്ലാമാബാദിലും ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന ആളുകളാണ്, അവിടുന്നാണ് ഇതിന്റെയൊക്കെ പിന്തുണയെന്ന് എത്രയോ വലിയ അന്വേഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ്. അപ്പോഴേക്കും ആ ഗവൺമെന്റ് താഴെ പോയി, പിന്നീട് വന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റും 10 വർഷക്കാലം കാലതാമസം ഉണ്ടായി എന്നുള്ളതൊക്കെ ശരിയാണ്. ഞാൻ നമ്മൾ ഈ ചർച്ചയുടെ ഒരു ഭാഗമായിട്ട് കണ്ടഹാറിൽ നിന്ന് നമ്മുടെ ഒരു വിമാനം റാഞ്ചിക്കൊണ്ട് പോകുന്നു പാകിസ്ഥാനിലേക്ക്. ഞാൻ ചോദിക്കുന്നത്, വാജ്പേയി ആണ് അന്ന് രാജ്യം ഭരിക്കുന്നത്, ഇന്നത്തെ NDA ഗവൺമെന്റിന്റെ ആദ്യത്തെ ഫോം ഭരിക്കുന്നത്. അവസാനം ഏറ്റവും കൊടും ഭീകരരായ 5 പേരെ തുറന്നു വിടേണ്ടതായിട്ട് അത് ചില സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങളിൽ അതല്ലാതെ മറ്റൊരു വഴിയില്ല. ഒരിക്കൽ നരസിംഹറാവു പറഞ്ഞ പോലെ ഇൻഡിസിഷൻ ഈസ് ബെറ്റർ ദാൻ ബാഡ് ഡിസിഷൻ. ചില സമയത്ത് നമ്മൾ തീരുമാനം എടുക്കാതെ വരും, കാരണം തെറ്റായ തീരുമാനം എടുക്കുന്നതിനേക്കാൾ നല്ലത് തീരുമാനം എടുക്കാതിരിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് പറഞ്ഞത്. അന്ന് 172
വിമാനയാത്രികരുണ്ടായിരുന്നു. അവരുടെ ജീവന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ആ ഭീകരരെ പുറത്തേക്ക് വിടേണ്ടി വന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ആ മസൂദ് അസർ ഉൾപ്പെടെയുള്ളവരെ ആഗോള ഭീകരരായി പ്രഖ്യാപിച്ചത് പക്ഷേ NDA കാലത്ത് തന്നെയാണ്. അവരാണ് അതിന് സമ്മർദ്ദം ചെലുത്തിയതും, മോദി സർക്കാരാണ് സമ്മർദ്ദം ചെലുത്തിയതും. UN ശക്തമായ സമ്മർദ്ദം ചെലുത്തി. ചൈനയുടെ എതിർപ്പുണ്ടായിട്ട് പോലും അന്ന് ആ കാറിൽ കയറ്റി കൊണ്ടുവിട്ട അതേ ഭീകരനെ തന്നെയാണ് ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചതും. അതുവരെ സസുഖം പാകിസ്ഥാനിൽ കഴിയുകയായിരുന്നു അയാൾ. ഞാൻ പറഞ്ഞത് ഒരു ഓപ്പറേഷനിലൂടെ അവരുടെ കൊടും ഭീകരരെ 5 പേരെ നമ്മൾ പുറത്തുവിടേണ്ട ഒരു സാഹചര്യം. നമ്മൾ അന്ന് ഒരു റിട്ടാലിയേഷൻ പോലും, അതായത് NSCയുടെ കമാൻഡോകളൊക്കെ വളരെ തയ്യാറെടുപ്പോട് കൂടി പോയി ഓപ്പറേഷൻ നടത്താൻ, ആളുകൾ മരിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോ വാജ്പേയിയെ പോലെ സ്വാധീകനായ ഒരു പ്രധാനമന്ത്രി അദ്ദേഹം എടുത്തൊരു തീരുമാനം തെറ്റാണ് എന്ന് ഒരു രാഷ്ട്രീയ ചർച്ച, ഒരു ഡിബേറ്റിൽ പറയാൻ ഞാൻ തൽപരനല്ല. പല ഘട്ടത്തിലും ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ചില തീരുമാനങ്ങൾ അത് എന്റെ യുക്തിക്കോ അല്ലെങ്കിൽ മോഹൻ വർഗീസ് സാറിന്റെ യുക്തിക്കോ കേണൽ ഡിന്നിയുടെ യുക്തിക്കോ നമുക്ക് തോന്നും അത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇപ്പൊ 172 പാസഞ്ചേഴ്സിന്റെ ജീവൻ നശിച്ചാലും കുഴപ്പമില്ല, 5 ഭീകരന്മാരെ നമുക്ക് കശാപ്പ് ചെയ്യുക പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. പക്ഷെ അതല്ല, അവിടെ നയതന്ത്രപരമായ തീരുമാനമാണ് എടുത്തത്. ആ തീരുമാനത്തിൽ ചിലപ്പോൾ പാളിച്ചകൾ ഉണ്ടാകാം. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ശക്തമായ നടപടികൾ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയും ഗവൺമെന്റും എടുത്തു. പിന്നെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഒരു കാര്യം നടത്തിയതായിട്ട് ഏതായാലും പത്രത്തിലൊന്നും വന്നിട്ടില്ല. ഏതായാലും ഈ ഭീകരതയുടെ ഒരു നടുവൊടിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ അജ്മൽ കസബിന്റെ വധശിക്ഷയും അതോടൊപ്പം ഈ കേസിന്റെ അന്വേഷണത്തിലൂടെ അന്നത്തെ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാരണവശാലും അന്നത്തെ ഗവൺമെന്റ് രാജ്യത്തിന്റെ ഒരു സുരക്ഷിതത്വത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു കാലഘട്ടത്തിലും ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. രോഹിണി. ശരി. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു രാജ്യത്തിന്റെ സുരക്ഷ, ഭീകരവാദം ഇവയിൽ സ്വീകരിക്കേണ്ട ഒരു നയം, അതോടൊപ്പം തന്നെ വിദേശ ബന്ധത്തിലും നയതന്ത്രത്തിലുമൊക്കെ ആ രാജ്യം സ്വീകരിക്കേണ്ട നിലപാട്, ഇവയൊക്കെ കോർത്തിണക്കി കൊണ്ടുപോകേണ്ടതാണോ? ഇങ്ങനെ സമാധാനപരമായി ഇവയെല്ലാം ഒന്നിച്ചു കൊണ്ടുപോയാൽ മതി എന്നുള്ള രീതിയിലാണോ കൊണ്ടുപോകേണ്ടത്? അതോ തങ്ങളുടെ രാജ്യത്തിന് എവിടെയാണോ അപകടം ഉണ്ടാകുന്നത് അവിടെ തിരിച്ചടിക്കും? ഇനി തുറന്ന ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന വിദേശ തലത്തിലുള്ള സാധ്യതകൾക്കാണെങ്കിൽ അങ്ങനെ ഏതു രീതിയിലാണ് ഒരു രാജ്യം, ഭാരതത്തെ പോലെ ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് കുതിക്കുന്ന ഒരു രാജ്യം മുന്നോട്ട് പോകേണ്ടത്? ഇതൊരു ആറ്റിറ്റ്യൂഡിന്റെ വിഷയമാണ് രോഹിണി. നേഷൻ ഫസ്റ്റ് എന്നതാണ് ആറ്റിറ്റ്യൂഡ് എങ്കിൽ യഥാർത്ഥത്തിൽ ദേശീയ സുരക്ഷ, നാഷണൽ സെക്യൂരിറ്റി അത് വിട്ടിട്ടൊരു കാര്യമില്ല. കാരണം ദേശീയ സുരക്ഷ ഇല്ലെങ്കിൽ രാജ്യമില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള മാറി വരുന്ന കാഴ്ചപ്പാടുകൾ, ഒരുപക്ഷെ ഗവൺമെന്റ് ആണ് ആ ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള നയരൂപീകരണം എടുക്കേണ്ടത്. പൊതുവെ എല്ലാവരും പറയും, എല്ലാ ഗവൺമെന്റുകളും പറയും, മാറി വരുന്ന ഗവൺമെന്റുകൾ പറയും ഞങ്ങൾ ദേശീയ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷെ എന്ത് പറയുന്നു എന്നല്ല, എന്ത് പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാനം. നോക്കൂ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ഡിസ്പെൻസേഷൻ, ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ 10-11 വർഷമായിട്ട് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന, എസ് ജയശങ്കർ വിദേശകാര്യ എസ്റ്റാബ്ലിഷ്മെന്റ് നേതൃത്വം നൽകുന്ന, അജിത് ഡോവൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരിക്കുന്ന ഒരു സംവിധാനം, അത് ഫോറിൻ പോളിസിയുടെ ഒരു ലാർജർ ഫ്രെയിമിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു നാഷണൽ സെക്യൂരിറ്റിയെ നമ്മൾ പ്രായോഗികമായി എന്നാൽ ഫോഴ്സ്ഫുള്ളായി അഡ്രസ് ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തി, അതൊരു ഫോറിൻ പോളിസിയുടെ ഒരു വിഷയമാണ്. അതേസമയം നാഷണൽ സെക്യൂരിറ്റിയുടെ വിഷയമാണ്, ആ ഇന്ത്യയുടെ ആത്യന്തിക നയത്തിന്റെ വിഷയമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന പല ഭീകരരും വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് കാനഡയുടെ മണ്ണിലും ബ്രിട്ടനിലും ഒക്കെ മരിച്ചു വീഴുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെന്റും നാഷണൽ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റും ഇന്ത്യക്ക് ഉള്ളിൽ മാത്രമല്ല പുറ രാജ്യങ്ങളിലും സജീവമാണ്. അവരുടെ ഇടപെടലുകൾ, നേരിട്ടുള്ള ഇടപെടലുകളല്ല, അവിടെ ഒരുപക്ഷെ 2 സംഘങ്ങൾ തമ്മിലുള്ള ആക്രമണത്തിലായിരിക്കാം അവർ വധിക്കപ്പെടുന്നത്. എങ്കിലും ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഖലിസ്ഥാൻ വാദികൾ അവരെ ഒന്നൊന്നായി തന്നെ കാനഡയുടെ മണ്ണിൽ പോകുകയാണ്. ഇപ്പം നമുക്കറിയാം, ഈ വലിയ തോതിൽ നിജാർ വധമൊക്കെ ഉയർത്തിവിട്ട ഇൻഡോ കനേഡിയൻ ബന്ധത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലേക്ക് ഈ നിജാർ വധം മാറിയതും, അതിനുശേഷം പാകിസ്ഥാൻ, ഒന്നും വേണ്ട കാനഡ പൊയ്ക്കോട്ടെ, അയൽ രാജ്യമായ പാകിസ്ഥാനിൽ പോലും ഇന്ത്യ തേടുന്ന ഭീകരന്മാർ ലഷ്കർ ഇ തൊയ്ബയുടെയും ജയ്ഷെ മുഹമ്മദിന്റെയും ഹർക്കത്തുൾ മുജാഹിദിന്റെയും ഹർക്കത്തുൾ അൻസാറിന്റെയും എല്ലാം നേതാക്കളും പ്രവർത്തകരും കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ താല്പര്യം വിദേശ രാജ്യത്തെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന
ഏജൻസികളും ഏജൻസും ഉണ്ട്. പക്ഷെ എ നേഷൻ കാനോട്ട് ബി ഇംപ്ലിക്കേറ്റഡ്. ഇത് കാണിക്കുന്നത് മാറി വരുന്ന ഒരു സമീപനമാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ സുരക്ഷയ്ക്ക്, ആഭ്യന്തരമായ നമ്മുടെ സുരക്ഷയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നത് വെളിയിൽ നിന്നാണെങ്കിൽ അന്യ മണ്ണിൽ കടന്നു ചെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ സംവിധാനമുണ്ട്, ആളുകളുണ്ട്, സംവിധാനമുണ്ട്, ഗവൺമെന്റിന് അതീതമായി പ്രവർത്തിക്കുന്ന സംവിധാനമുണ്ട്. എന്നാൽ രാജ്യം ഇംപ്ലിക്കേറ്റ് ചെയ്യത്തുമില്ല. ആ ഒരു നിലപാടെന്ന് പറയുന്നത് ദർ ഇസ് എ റിമാർക്കബിൾ ചേഞ്ച്. അപ്പൊ ഈ ഒരു അഡ്മിനിസ്ട്രേഷന്റെ 2014 മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം വന്ന ഒരു പുതിയ പ്രവണതയാണ്. ഇതിന് ഒരുപക്ഷെ ഇസ്രയേലി മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രയേല് ഈ ഹോളോകോസ്റ്റ് കാലത്ത് ജർമ്മൻസ് വലിയ തോതിൽ യഹൂദിനെ പീഡിപ്പിച്ചല്ലോ. ഹിറ്റ്ലറുടെ ഗെസ്റ്റപ്പോ, സീക്രട്ട് പോലീസും അതിന്റെ മേധാവിമാരും പിന്നെ ജർമ്മൻ സൈന്യവുമെല്ലാം അതിന്റെ പ്രധാനപ്പെട്ട ജൂതന്മാരെ ഏറ്റവും അധികം പീഡിപ്പിച്ച ആളുകളെ നോക്കി വെച്ച് തെരഞ്ഞു പിടിച്ച് അവരെ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയി ഒളിച്ചാലും, ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും, അർജന്റീനയിൽ പോയി ഒളിച്ചവരുണ്ട്, ലാറ്റിൻ അമേരിക്കയിൽ പെറുവിലും ഉറുഗ്വേയിലും ഒക്കെ പോയവരുണ്ട്. അവിടെ വരെ ചെന്ന് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ സംവിധാനം അവരെ തേടിപ്പിടിച്ച് ഒന്നുകിൽ വധിക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് നാടകീയമായി റാഞ്ചിയെടുത്ത് ഇസ്രായേലിന്റെ മണ്ണിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് വധിക്കുകയോ ഒക്കെ ചെയ്ത ഒരു രോമാഞ്ചജനകമായ കാര്യങ്ങൾ. ഇതൊക്കെ ഒരു കഥ പോലെ, അപസർപ്പക കഥ പോലെ നമ്മൾ കേട്ടിരിക്കാം. ഇതൊക്കെ നമുക്ക് നടക്കുന്ന കാര്യങ്ങളാണോ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷെ അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഭീകരവാദി ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഭീകര സംഘടന ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നതിന് മുമ്പ് 10 വട്ടം ആലോചിക്കും. കാരണം ഒരുപക്ഷെ ഇറ്റ് വിൽ ടേക്ക് ദ ബാറ്റിൽ ടു ദെയർ ഓൺ ഫ്രണ്ട് യാർഡ്, അല്ലെങ്കിൽ അവരുടെ കോർട്ട്യാർഡിലേക്ക് യുദ്ധം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആക്രമണം കൊണ്ടുവരാൻ. അതാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പൂർണ്ണമായും ശരിയാണ്. ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഒരു പൊളിറ്റിക്കൽ ഉത്തരവാദിത്വം, രാഷ്ട്രീയ ഉത്തരവാദിത്വം നരേന്ദ്രമോദി നേരിട്ട് ഏറ്റെടുക്കുന്നു. അതിനൊരു തീർച്ചയായും അതൊരു നയവ്യതിയാനം തന്നെയാണ്. മുൻകാലങ്ങളിൽ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ്, 100 കണക്കിന് ഓപ്പറേഷൻസ് നടന്നുവെങ്കിലും അത് സൈന്യം ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന ഗണത്തിൽ പെട്ട് അത് പബ്ലിക് സ്പേസിലേക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് വരുമായിരുന്നില്ല. പക്ഷെ ഒരു രാജ്യത്തിന്റെ ആകമാന ആത്മവിശ്വാസം സ്ഫുരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു പബ്ലിക് സ്ഫിയറിലേക്ക് ചില കാര്യങ്ങൾ വരികയാണ്. അതുകൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ സംബന്ധിച്ച് ഓൺലി എ ബ്രേവ് പൊളിറ്റിക്കൽ ലീഡർ ക്യാൻ ഓർഡർ ആൻഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. അവർക്ക് ഓർഡർ കൊടുക്കാനൊക്കും, ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും ശരി ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ നേതാവിന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ നമുക്ക് അമേരിക്കൻ സിവിൽ വാർ സമയത്ത് എബ്രഹാം ലിങ്കന്റെ ഒരു പ്രത്യേക ഒരു കുറിപ്പടിയെ കുറിച്ച് നമ്മുടെ ഒരു പറയുമല്ലോ, വിഖ്യാതമായ ഒരു കഥയുണ്ടല്ലോ. അതായത് ഒരു യുദ്ധം, ഒരു നിർണായക ഓപ്പറേഷൻ സമയത്ത് എബ്രഹാം ലിങ്കൻ അദ്ദേഹത്തിന്റെ സേനാനായകന് ഒരു കുറിപ്പ് കൊടുത്തു വിട്ടു. ഇത് ഞാൻ എഴുതി വെക്കുന്നു, യുദ്ധം നിങ്ങൾ പോയി ജയിച്ചു വരൂ, യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ യു ടേക്ക് ദ ക്രെഡിറ്റ്, ഈ കടലാസ് കഷ്ണം കീറിക്കളഞ്ഞോളൂ, തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ ഇത് എബ്രഹാം ലിങ്കൻ പറഞ്ഞതനുസരിച്ചാണ് നിങ്ങൾ ഈ മൂവ് നടത്തിയത്, അതുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടു, പുട്ട് ദ ബ്ലെയിം ഓൺ മീ എന്ന് പറയുന്നതാണ് യഥാർത്ഥ നേതൃത്വം. അതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം മറ്റ് നാടുകളിൽ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉൾപ്പെടെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നല്ല അർത്ഥം. ഇന്ത്യക്കെതിരെ വരുന്ന ശക്തികളെ പ്രീഎംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് മാത്രമല്ല സർജിക്കൽ ഓപ്പറേഷൻസ് നടത്തേണ്ട ആവശ്യമുണ്ട്. അതിന് മടിച്ചു നിൽക്കുന്നില്ല. അവിടെയാണ് നേരത്തെ നമ്മൾ പല ആവർത്തി പറഞ്ഞൊരു വാക്കാണ് ഇച്ഛാശക്തി. ആ ഒരു ഡിറ്റർമിനേഷൻ, സെൻസ് ഓഫ് ഡിറ്റർമിനേഷൻ അത് കാട്ടേണ്ട സമയത്ത് കാട്ടിയില്ല എങ്കിൽ തിയററ്റിക്കലി അത് പറഞ്ഞിട്ട് ഭാരതം സൗഹാർദ്ദം ആഗ്രഹിക്കുന്നു, ഭാരതം ന്യായമായ നിയമവ്യവസ്ഥയിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അന്താരാഷ്ട്ര കോടതിയിൽ പോകുന്നു, എന്ത് നേടി? കാശ്മീർ വിഷയം നമ്മൾ യുണൈറ്റഡ് നേഷൻസിൽ കൊണ്ടുപോയി എന്ത് നേടി? യഥാർത്ഥത്തിൽ ബലപ്രയോഗം നടത്തേണ്ട അവസരത്തിൽ, എപ്പോഴും ബലപ്രയോഗം നടത്തുക എന്നതല്ല, ബലപ്രയോഗം നടത്തേണ്ട അവസരത്തിൽ അത് നിർണായകമായ ചില സമയത്ത് ബലപ്രയോഗത്തിന് മുതിരും എന്ന് വന്നാൽ അയൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദികൾ 100 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇന്ത്യക്കെതിരെ നീങ്ങൂ. ഇപ്പോൾ തന്നെ ഖലിസ്ഥാൻ വാദികൾ ഇപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലാണ്. ഭാരതത്തിനെതിരെ പിന്നെ പലയിടങ്ങളിൽ, ബ്രിട്ടനിലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ സംഘടിച്ചുകൊണ്ട് ഭാരത വിരുദ്ധ പ്രചരണങ്ങൾ നടത്തുന്നു, നീക്കങ്ങൾ നടത്തുന്നു. ഇവിടെ പന്നു ഉൾപ്പെടെയുള്ള ആളുകൾ അമേരിക്കയിൽ ഉണ്ടെന്ന് ഓർക്കണം, അല്ലെ? അപ്പൊ പന്നുവിന്റെ വിടുതലാണ് ഇനി വേണ്ടി വന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തെ കൂടെ വിട്ട് കിട്ടുകയാണ്, അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ കാനഡയിൽ നിന്നും അദ്ദേഹത്തെ ഭാരതത്തിന് വിട്ട് കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായും ഈ സർക്കാരിന്റെ കിരീടത്തിലെ ഒരു കൊണ്ടുവൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തഹാവൂർ റാണയെ പിടിച്ചു എന്ന് പറയുന്നത്, കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമേ ആകുന്നുള്ളൂ. ഇനിയും കടന്നു വരാനിരിക്കുന്ന 100 കണക്കിന് ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ഭീകരരെ ഇന്ത്യയിൽ എത്തിക്കാനോ വിചാരണ, ഇന്ത്യയുടെ നിയമവാഴ്ചയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് വിചാരണ ചെയ്യാനോ ഉള്ള സംവിധാനം ഒരുക്കുമെങ്കിൽ
ഇതൊരു നല്ല തുടക്കം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതെ, തീർച്ചയായും. ശ്രീ ടി കെ രാജ്മോഹൻ, അങ്ങനെ തന്നെയാണോ? അതായത് ഇതൊരു നിർണായക ചുവടുവയ്പ് തന്നെയാണോ? ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞ് നിയമ പോരാട്ടത്തിലൂടെ തഹാവൂർ റാണയെ ഭാരതത്തിലെത്തിച്ച് വിചാരണ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അത് മറ്റ് ഭീകരവാദികൾക്ക് നൽകുന്ന ശക്തമായ താക്കീതായി തന്നെ മാറുകയല്ലേ? തീർച്ചയായിട്ടും ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ഇത് നമ്മുടെ ഏജൻസി, നമ്മുടെ സർക്കാർ, നമ്മുടെ ഏജൻസി, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, സർക്കാർ, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും എഫിഷ്യൻ്റായിട്ട് ഒത്തൊരുമിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഇനിയും ഇതുപോലെയുള്ള തീവ്രവാദികൾ, ഇതുപോലെ ദേശദ്രോഹികൾ, ഇതുപോലെ നമ്മുടെ നാട്ടിൻ്റെ അടിവാരം തോണ്ടാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനെ ശുദ്ധീകരിക്കാൻ ഏർപ്പാടുള്ള ആൾക്കാർ, അവർ പല രാജ്യങ്ങളിലും ഇതേപോലെ ഉണ്ട്. അവരൊക്കെ നമ്മുടെ പല ട്രീറ്റീസും നമ്മൾ തമ്മിലുണ്ട്. പക്ഷേ പല ട്രീറ്റീസ് ഉണ്ടെങ്കിലും ചില നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ കുടുങ്ങിയിട്ടും അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടും പല സ്ഥലത്തും ആൾക്കാർ നമുക്ക് കിട്ടാതിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ഏജൻസി, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഒത്തൊരുമിച്ച് മുന്നോട്ട് നീങ്ങി ഇത്തരത്തിലുള്ള എല്ലാ നൂലാമാലകളും കടന്ന് അല്ലെങ്കിൽ എല്ലാ ഹഡിൽസും കടന്ന് അവരെ ചെന്നെത്തി അവിടുന്ന് നിയമപരമായിട്ട് തന്നെ, കാരണം നമ്മൾ ഇപ്പം കനഡയിലേക്ക് പോയിട്ട് നമുക്ക് ആളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് നിയമപരമായിട്ട് തന്നെ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. അതിനുള്ള ഒരു ചുവടുവെപ്പാണിത്. തീർച്ചയായും വളരെ 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 നല്ലൊരു കാര്യമാണ്. ആ കാര്യങ്ങൾ ഒരു മാതൃകയായിട്ട് കണ്ടിട്ട് ഇനിയും ഭാവിയിലും ഇതുപോലെയുള്ള ഫിഗിറ്റീസിനെ, ഇതുപോലെ ടെററിസ്റ്റുകളെ നമ്മൾ തീർച്ചയായും ഇങ്ങോട്ട് കൊണ്ടുവരും. അവരെ നമ്മുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് മാക്സിമം പണിഷ്മെൻറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. തഹാവൂർ റാണെ ഭാരതത്തിലേക്ക് എത്തുമ്പോൾ ശക്തമായ നേതൃത്വമുള്ള ഒരു സർക്കാരിനെ അതിന് കഴിയൂ എന്നും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നയതന്ത്രപരമായ ഈ വിജയത്തെ ഭീകരതയ്ക്കെതിരായ ഭാരതത്തിൻ്റെ ഒരിക്കലും അടിയറവ് പറയാത്ത ശക്തമായ താക്കീതായി കൂടി കാണുകയാണ് ലോകം. ഒപ്പം മോദിയുടെ നേതൃത്വത്തിൽ ഭാരതം സംസാരിക്കുമ്പോൾ അത് ലോകം കേൾക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യവും. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.